Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റേൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 237 ലൈവ് വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വെബിനാറിൽ പാട്ട് പാടാവുന്ന നമ്മൾ ക്ഷണിച്ചതനുസരിച്ച് ഏറ്റിരിക്കുന്നത് ശ്രീമതി ജിഷ ജോയി ആണ്. ശ്രീമതി ജിഷ ജോയിയോടൊപ്പം ഭർത്താവ് മൊബിനം തോമസ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നു. അവർ രണ്ടുപേരും ദുബൈയിലാണ് താമസിക്കുന്നത്. ജിഷ ജോയി നല്ലൊരു ഗായികയാണ്. നമുക്ക് ഏവർക്കും പരിചിതനായ ജോയി സിയോനിലിൻ്റെ മകളാണ് ജിഷ ജോയി. ജോയി സിയോനിൽ സാറ് ഈ നമ്മുടെ വെബിനാറിൽ തുടർച്ചയായി പങ്കെടുക്കുകയും ചർച്ചകളിലൊക്കെ ആക്റ്റീവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരെയും ഗാനം ആലപിക്കുവാനായിട്ട് ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതും താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതും താമസമേറയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേൻ ഒരുങ്ങിയിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേൻ ഒരുങ്ങിയിടാം. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. തൻ്റെ കോമളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തൻ്റെ കോമളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേൻ ഒരുങ്ങിയിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുവല്ലോ. ആമേൻ. മാലിന്യപ്പെട്ടിടാതോടിടുവാൻ മണവാളൻ വരവേറ്റമടുത്തുവല്ലോ. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാൻ. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറയില്ല. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിട്ട് പാടി. രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. വീണ്ടും നമ്മുടെ വേദിയിൽ പാടുവാനായിട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല പാട്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമായിരുന്നു സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവിധ നന്ദിയും ആശംസകളും നേരുന്നു. നമ്മള് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ജിഷ ജോയിയുടെ പിതാവിനെ തന്നെയാണ്. ജോയി സിയോനിലിനെയാണ് സാറിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ജോയി സിയോനിൽ സാറ് നമ്മുടെ വെബിനാറിലെ മിക്കവാറും എല്ലാ വെബിനാറിലും പങ്കെടുക്കുന്ന വ്യക്തിയും വളരെ താല്പര്യപൂർവ്വം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കണ്ണങ്കോട് മാർത്തോമ ഇടവകയിലെ അംഗമായിരുന്നു.
ഇപ്പോഴവര് പുതിയൊരു ചൂരക്കോട് സെന്റ് മാത്യൂസ് എന്ന് പറഞ്ഞ അതിന്റെ തന്നെ ഒരു അതിനോട് ബന്ധപ്പെട്ട ഒരു പള്ളി ആണ് അവരുടെ ഒരു ചാപ്പലായിട്ട് ആരംഭിച്ചാണ്. ഈ കണ്ണങ്കോട് മർത്തോമ പള്ളിക്കുള്ള പ്രത്യേകത നമ്മുടെ അഭിയന്യ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പായുടെ മാതൃക ഇടവകയിലാണ്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി നടന്നവരാണ്. ജോയി സിയോനിൽ സാറ് വളരെ ആത്മീയമായ രീതിയിൽ ജീവിക്കുകയും അത് തന്റെ വാക്കുകളിൽ കൂടി പറയുന്നതിന് ഒരു മടിയും ഇല്ലാത്ത ആളാണ്. ഒരു പ്രത്യേക അപകടത്തിൽ പെടുകയും എന്നാൽ അത്ഭുതകരമായിട്ട് ദൈവം വിടുതൽ നൽകിയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ 237 വെബിനാറിലും ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ച് ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുവാൻ ഒരവസരം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹാലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ഇന്ന് ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ വെബിനാറിലൊക്കെ മറ്റാരുടെയും കർത്താവെ നാമം ഉയരരുത്, അങ്ങയുടെ നാമം ഉയരുവാൻ, വിശുദ്ധിയെ തികച്ച് ഞങ്ങൾ ഈ നാളുകളിൽ ഒരുങ്ങി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഞങ്ങളാൽ ആവോളം നിലകൊള്ളുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അൻപുള്ള ഞങ്ങളുടെ രക്ഷകനെ, അപ്പച്ച ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ വെബിനാറിൽ കർത്താവെ, ആദിയോട് അന്തം കർത്താവെ, ഈ വെബിനാറിൽ കർത്താവെ പങ്കെടുക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ഈ 237 വെബിനാറിലും പങ്കെടുത്തവരുണ്ട് കർത്താവെ. ഈ സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിബു ബ്രദറിനെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ദാസന്റെ സേവനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ ബഹ്റിനിൽ നിന്നുമൊക്കെ കർത്താവെ പ്രിയപ്പെട്ടവർ ഈ വെബിനാറിൽ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഇതിൻ്റെ കർത്താവെ ഞങ്ങൾ ഇതൊരു പഠന കളരിയിലൂടെ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കർത്താവെ, വിവിധ ഗാനങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച്, വിവിധങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഈ വെബിനാറുകളൊക്കെ മുഴങ്ങിക്കേട്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവെ ഞങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ആവോളം കർത്താവെ ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സജ്ജരാക്കണം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വെബിനാറിൽ കർത്താവെ വരാൻ കഴിയാതെ ഇരിക്കുന്നവരുണ്ട് കർത്താവെ, പങ്കെടുക്കത്തക തലവണക്കിയിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങളുടെ റജി ഡാനച്ചനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ചുമതലക്കാരായിരിക്കുന്ന പ്രിയ കർത്താവെ, പ്രിയ വിൽസൺ സാറ് കർത്താവെ, പ്രിയ ബെന്നി സഹോദരൻ കർത്താവെ, പ്രിയ ജേക്കബ് സാറ്, ഞങ്ങളുടെ കർത്താവെ ജോർജ് യോഹന്നാൻ സാറ്, അതുപോലെ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന പിതാക്കന്മാര്, ഞങ്ങളുടെ സ്നേഹിതര്, ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കുന്ന കർത്താവ് അവിടുന്നാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹത്തിന്റെ മാരി ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന കർത്താവെ കൺവെൻഷനുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാരാമൺ മഹായോഗത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലായിടവും ദൈവവചനം മാത്രം പറയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യാവസാനം ഇതിലൊക്കെ കർത്താവെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പട്ടക്കാരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജവഞ്ചേരി അച്ഛനെ പോലെ കർത്താവെ പ്രായാധിക്യത്തിലും കർത്താവെ ഇതിനോട് താല്പര്യം കൊടുത്ത് ചുമല് കൊടുത്ത്
കർത്താവ് എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാ പട്ടക്കാർക്കായും പ്രാർത്ഥിക്കുന്നു, എല്ലാ സുവിശേഷകർക്കായും പ്രാർത്ഥിക്കുന്നു, എല്ലാ ആത്മീയർക്കായും പ്രാർത്ഥിക്കുന്നു. ചുമതലക്കാരെ എല്ലാം വഹിച്ചാട്ടെ, കൃപയിൽ സൂക്ഷിച്ചാട്ടെ, പരിപാലിച്ചാട്ടെ, മാനവും മഹത്വവും അവിടുന്ന് എടുത്താട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു വെരി മച്ച്. വളരെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട ജോയ് സിയോനിലിനോട് നന്ദി പറയുന്നു. പ്രിയരെ, ഇന്നത്തെ ഈ വെബിനാറ് മോഡറേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചത്, ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പെയാണ്. വേറെ ചില ക്രമീകരണങ്ങളായിരുന്നു. ഈ ലാസ്റ്റ് മൂമെന്റിലൊക്കെ ചില സമയത്ത് ചില പ്രയാസങ്ങൾ നേരിടാറുണ്ട്, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഈ ചാൻസ് വന്നത്. ഇവിടെ ഇപ്പം എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം എവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ വൈദികരുണ്ട്, ആയ പ്രമുഖരുണ്ട്, നമ്മുടെ സ്ഥിരം അംഗങ്ങളുണ്ട്, ആദ്യമായിട്ട് പ്രവേശിച്ചവരുമുണ്ട്. ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എനിക്കിന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുക. കാരണം എനിക്ക് എഴുത്തുകാരായ പ്രഭാഷകർ വരുമ്പോൾ വലിയ ഇഷ്ടമാണ്. ഞാൻ രജി ഡാൻ അച്ഛനെ അറിയുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലും ഒരു ചിത്രകാരൻ എന്നുള്ള നിലയിലുമാണ്. ഒരു പട്ടക്കാരൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ അതിന് കൊടുക്കുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന, അല്ലെ ഒരു എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനായി ദൈവം നിയോഗിക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നത്. അച്ഛനെ പറ്റി ഞാനൊരു കുറിപ്പ് എഴുതി, മിക്കവാറും എല്ലാവരും അത് വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അച്ഛനെ ശരിക്കും പറഞ്ഞാൽ 2 പുസ്തകം അച്ഛൻ്റെതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുഞ്ഞിരിപ്രാവിനെ നെഞ്ചിലേറ്റിയവർ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. അടുത്തത് സാധ്യതയുടെ വാതായനങ്ങൾ എന്ന പുസ്തകമാണ്. ഇവ രണ്ടും CSS ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അച്ഛനും ഷിബു എം തോമസും കൂടെ ചേർന്ന് തിരികിടും നേരത്ത് എന്നൊരു പുസ്തകം എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ അച്ഛന് ഒരു ആനിമേഷൻ ചിത്രത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ 3D അനാമോർഫിക് പെയിന്റിംഗ് 4 മണിക്കൂർ കൊണ്ട് 130 പേരുടെ പങ്കാളത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റിന്റെ കോർഡിനേറ്റർ ആയിട്ട് അച്ഛനെ ബഹ്റിനിൽ വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് വലിയൊരു അച്ചീവ്മെന്റാ. നമുക്ക് ഇവിടെ ഒന്നും അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വിഷയത്തിൽ അച്ഛൻ അത് ബഹ്റിനിലായിരുന്നപ്പം അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ഛൻ നല്ലൊരു മിഷനറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛന്റെ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജയ്പൂര്, ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ മിഷന് ഒക്കെയാണ്. ദാസ്നക്കര ഗിരിജ്യോതി ട്രൈബൽ പ്രോജക്ടിന്റെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. കോഴിക്കോട് ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്ററിന്റെ ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈ ഡൽഹി ഭദ്രാസനത്തിന്റെ ഭദ്രാസന കൗൺസിൽ മെമ്പർ ആയിരുന്നു. അച്ഛന്റെ കോളേജ് പഠനകാലത്ത് വളരെ മികച്ച ഒരു അച്ചീവ്മെന്റ് ഉണ്ട്. ചലച്ചിത്രം എന്ന പേരിലുള്ള അന്നത്തെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ പ്രശസ്തമായ ഒരു സിനിമാ മാസികയുടെ കാർട്ടൂൺ മത്സരത്തിലെ 1989 അച്ഛന് കേരളത്തിലെ ഈ മലയാളികളുടെ ഇടയിൽ നടത്തിയ ആ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതുപോലെ 1990 YMCA സൗത്ത് വെസ്റ്റേൺ റീജിയന്റെ കാർട്ടൂൺ മത്സരത്തിലും അച്ഛൻ 1ാം സ്ഥാനം നേടിയ ആളാണ്. അപ്പൊ അച്ഛനൊരു നല്ല കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇപ്പോൾ അച്ഛന് വടശ്ശേരിക്കര സെന്റ് തോമസ് ഇടവകയിലും എടക്കുളം ബേർലഹേം ഇടവകയുടെയും വികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. നല്ല എഴുത്തുകാരൻ, നല്ല ഒറേറ്റർ. അച്ഛന്റെ ഒരു നിർബന്ധമായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്. അതുകൂടെ പറയുന്നത് കാരണം
അൽമായരെ സഭ വേണ്ട രീതിയിൽ ഗവനിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ അൽമായ നേതൃത്വങ്ങളെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത്. ഡോക്ടർ TV ഫിലിപ്പ് സാറ് ഒരു സഭാ ചരിത്ര പണ്ഡിതനായ അദ്ദേഹത്തെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തെ തന്നെയല്ല, അതുപോലെ പ്രഗത്ഭരായ ഇവൻ ഡോക്ടർ MM തോമസ് സാറ് പോലും വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് പ്രത്യേകിച്ച് TV ഫിലിപ്പ് സാറിന്റെ 100ാം ജന്മദിനം ഈ ആഗസ്റ്റ് മാസം വരികയാണ്. അപ്പൊ ഒരു ഈ 100 വർഷം പൂർത്തിയാക്കുന്ന ഈ കാലയളവില് അദ്ദേഹത്തെ സ്മരിക്കണമെന്നുള്ള അച്ഛന്റെ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ തന്നെ നിർദ്ദേശിച്ച ടോപ്പിക്കാണ് ഡോക്ടർ TV ഫിലിപ്പ്, പ്രമുഖ അൽമായ നേതാവും ക്രൈസ്തവ ചരിത്രകാരനും എന്നുള്ള ടോപ്പിക്ക്. ഇതുപോലെയുള്ളയൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ വെബിനാറിന് ആളുകൾ കുറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞങ്ങളുടെ അനുഭവം ഉണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കറിയാം ഏത് വിഷയത്തിന് ആൾക്കാർ കൂടുന്നത്, ഏതിനാണ് കുറയുന്നത്. പക്ഷെ അതൊന്നും ഈ കാര്യത്തില് ആൾ വന്നാലും വന്നില്ലേലും ഒരു അൽമായന്റെ സഭയ്ക്ക് വേണ്ടി നല്ല പോലെ പോരാടിയ, അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം നൽകിയ ഒരു അൽമായന്റെ 100ാം ജന്മവാർഷികത്തില് അദ്ദേഹത്തെ സ്മരിക്കേണ്ട ആവശ്യമാണെന്നൊരു ബോധ്യം അച്ഛൻ എനിക്കും ഉണ്ടാക്കി തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം TV ഫിലിപ്പ് സാറിനെ പറ്റി, ഡോക്ടർ TV ഫിലിപ്പ് സാറിനെ പറ്റി നമ്മുടെ യേശുദാസ് സത്യാൽ സാറ് ഈ കുറെ നാൾ മുമ്പ് പബ്ലിഷ് ചെയ്ത സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ 10 സഭാ നേതൃത്വത്തിലായിരുന്ന അൽമായരെ പറ്റി എഴുതിയതിനകത്ത്, 10 ആണെന്ന് എൻ്റെ ഓർമ്മയാണ്, അതിനകത്ത് മികച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കൂടുതൽ TV ഫിലിപ്പ് സാറിനെ പറ്റി മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും നമ്മുടെ സഭാജനങ്ങള് അത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ് എന്നുള്ളത് സത്യമാണ്. അത് വളരെ ആവേശോജ്വലമായിട്ട് ആ വിഷയത്തിൽ നിർബന്ധപൂർവം മുന്നോട്ട് വന്ന ആ വിഷയം നമ്മളെ കൊണ്ട് അംഗീകരിപ്പിച്ച റെജിഡാൻ K. പീലിപ്പോസ് അച്ഛന്റെ ഇൻട്രസ്റ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ ഒരു സമീപനം പട്ടക്കാരിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആത്മാർക്ക് വലിയ സന്തോഷം ഉളവാക്കുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും അച്ഛന് ഈ താല്പര്യം എടുത്തതിനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രത്യേകിച്ചും ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീ വിൽസൺ കരിമന്നൂർ സാറ്, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒരുമിച്ച് ഇപ്രകാരം ആയിരിക്കാൻ സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ചും സാറ് വിൽസൺ കരിമന്നൂർ സാറ് പറഞ്ഞതുപോലെ ഒരു ആത്മായ നേതാവ് എന്നുള്ള വിധത്തിൽ ഈ കോഴഞ്ചേരി തൊള്ളായിരക്കുഴിയിൽ വർഗീസ് ഫിലിപ്പ്, അല്ലെങ്കിൽ TV ഫിലിപ്പ് സാറിനെ പറ്റി അറിയാവുന്ന കുറച്ചു പേരുണ്ട്, കുറച്ചു പേർക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രത്തിന്റെ, പ്രത്യേകിച്ചും നേരത്തെ സാർ പറഞ്ഞതുപോലെ 100 വർഷമായി 1925 ഓഗസ്റ്റ് 20-നാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ 100 വർഷം തികയുന്നതായ സമയത്തെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുമാത്രമല്ല, അദ്ദേഹം ഉയർത്തിയതായ ചില പ്രധാന ചിന്താവിഷയങ്ങൾ അത് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. കാരണം അദ്ദേഹം സഭാ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഒന്നുകൂടെ ഓർപ്പിക്കാനും കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹം ആയിരുന്ന കാര്യങ്ങൾ, തന്റെ വിദ്യാഭ്യാസവും അതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് ഇതിലേത് ഭാഗമാണ് ബോറിംഗ് എന്ന് അറിയത്തില്ല. ബോറിംഗ് എന്നല്ല ഞാൻ പറഞ്ഞ, ഇച്ചിരി ടഫായിട്ടുള്ളതെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആദ്യം ഒന്ന് പറയട്ടെ. കോഴഞ്ചേരി തൊള്ളായിരക്കുഴിയിൽ കോശി വർഗീസിന്റെയും ഏലിയാമ്മ വർഗീസിന്റെയും 3ാമത്തെ
മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. കോഴഞ്ചേരി സെന്റ് തോമസ് ഹൈസ്കൂളിൽ പഠിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജില്, ആലുവ UC കോളേജില് എന്നിവിടങ്ങളിൽ പഠിച്ചതിന് ശേഷം ബാംഗ്ലൂർ UTCയിൽ നിന്ന് ദൈവശാസ്ത്ര ബിരുദം നേടി. ന്യൂയോർക്ക് യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് STM-ഉം ഹാർഫോർഡ് സെമിനാരിയിൽ നിന്ന് ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ മിഷനും ഐക്യ കൂട്ടായ്മയും അല്ലെങ്കിൽ ചർച്ച് യൂണിറ്റിയുടെ വിഷയത്തിൽ ഇന്റർനാഷണൽ മിഷണറി കൗൺസിലും അഖിലലോക സഭാ കൗൺസിലും തമ്മിലുള്ള ബന്ധത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. അദ്ദേഹം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 1946-48 കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. അന്നത്തെ കാലത്ത് B.Ed ഒന്നും അങ്ങനത്തെ BT അതില്ലാതെ തന്നെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 48-51 കാലയളവിൽ അദ്ദേഹം മാർത്തോമ യുവന സഖ്യത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം യുവന സഖ്യത്തിന്റെ ചരിത്രത്തിൽ ഡോക്ടർ MM തോമസ് ആണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അതിനുശേഷം ഡോക്ടർ TB ഫിലിപ്പ് സാറ് 3 വർഷം പ്രവർത്തിച്ചു. പിന്നെ നമുക്ക് മത്തായി സക്രിയ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു സഭാ നേതാവും യുവന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഈ കാര്യങ്ങളൊന്നും സാധാരണ രീതിയിൽ ആൾക്കാർ പറയത്തില്ല. കാര്യം ഇതൊക്കെ അച്ഛന്മാരുടെ കുത്തകയായിട്ടും അല്ലെങ്കിൽ ആ വിധത്തിൽ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും ഇതിനകത്ത് വിസ്മൃതിയിൽ അല്ലെങ്കിൽ പലപ്പോഴും ഓർപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. MM തോമസിന്റെ ഏറ്റവും സജീവമായ നേതൃത്വം യുവന സഖ്യത്തിന്റെ ഫോർമേഷൻ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് യുവന സഖ്യം രൂപീകരിച്ച ശേഷം അദ്ദേഹം WCCയുമായിട്ടോ അല്ലെങ്കിൽ SCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പോയപ്പോൾ ആ ചുമതല നേരിട്ട് TB ഫിലിപ്പ് സാറിനാണ് അതിന് സഭ കണ്ടുപിടിച്ചതായിട്ടുള്ള നേതൃത്വം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനുശേഷം അദ്ദേഹം SCMുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിലെ കാനായിൽ പോയി പ്രവർത്തിച്ചു. വിവിധ തിയോളജിക്കൽ അതിനുശേഷം 1958 അദ്ദേഹം വന്നിട്ട് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ 3 വർഷം ചരിത്ര അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അപ്പൊ 58-61 കാലയളവിലെ വിദ്യാർത്ഥികളായിരുന്ന അച്ഛന്മാർക്കൊക്കെ ബഹുമാനപ്പെട്ട സാറിന്റെ ശിഷ്യരായിരിക്കാനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് അറിയുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം 67-74 ബാംഗ്ലൂർ UTCയിലെ അധ്യാപകനായി, അതുപോലെ തന്നെ ഈ പല കാലയളവിലായിട്ട് ഈ അമേരിക്കയിലും യൂറോപ്പിലും പല സെന്ററുകളുടെ തിയോളജിക്കൽ സെമിനാരികളിലെ ഡയറക്ടറായിട്ടൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. 1975 സെറാംപൂർ സെനറ്റിന്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വീണ്ടും UTCയിൽ പ്രവർത്തിച്ച ശേഷം 1994 സെറാംപൂരിലെ കോൺവൊക്കേഷൻ അദ്ദേഹമായിരുന്നു. 95 കോൺവൊക്കേഷന്റെ അഡ്രസ് ചെയ്ത അദ്ദേഹമാണ്. 95 അദ്ദേഹം വീണ്ടും കോട്ടയം സെമിനാരി വരികയും അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ എനിക്കും സാധിക്കുകയും ചെയ്തു. 1995 അദ്ദേഹം സപ്തതി സെമിനാരിയിൽ വെച്ചാണ് ആഘോഷിച്ചത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഓസ്ട്രേലിയയിൽ ദീർഘകാലം അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. 2003 ഡിസംബർ 26 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ശ്രീമതി എലിസബത്ത് ഫിലിപ്പാണ് പത്നി. 2 മക്കൾ, പ്രദീപ്, പ്രമീള. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ആത്മായ നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും പരിഗണിക്കുന്നത് സഭാ ട്രസ്റ്റിയോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ താമസിച്ച് സഭയുടെ എന്തെങ്കിലുമൊക്കെ സംഘടനയുടെ ചുമതല നിർവഹിച്ച ആളെന്നുള്ളതാണ്. പക്ഷേ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ആസ് എ വൊക്കേഷൻ അതിന് നമുക്ക് ഡോക്ടർ MM തോമസിന്റെ ഒരു ചുമതല, അതുപോലെ ഡോക്ടർ ഏഷ്യ സത്യാലിന്റെ ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ ഡോക്ടർ ജോർജ് സക്കറിയയുടെ ഒരു ചുമതല, ഇതൊക്കെ ആ വിധത്തിൽ ദൈവശാസ്ത്രം ഈ അച്ഛനാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല പഠിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഡോക്ടർ ടി ഫിലിപ്പിന്റെ ഒരു ലേഖനം തന്നെയുണ്ട്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ആസ് എ വൊക്കേഷൻ. അപ്പോൾ അതൊരു അങ്ങനെ അഭ്യസനം നടത്തുകയും അച്ഛന്മാരോ തിരുമേനിമാരോ മാത്രമല്ല, ഇങ്ങനെ ഇതിന്റെ ട്രെയിൻഡ് ആയിട്ട് മാറുകയും ഈ ഒരു പല ശുശ്രൂഷകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഇനി ഒരു പക്ഷെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയോടോ നമ്മളുടെ ഒരു പക്ഷെങ്കിൽ പഠന പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സൺഡേ സ്കൂളിലെ ജീവചരിത്ര ബുക്കിനകത്തൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കണം. അച്ഛന്മാരാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മിഷണറിമാരായിട്ടാകാൻ വേണ്ടി മാത്രമല്ല, ഈ ഒരു ദർശനത്തോടുകൂടെ വളരെ കാര്യക്ഷമമായിട്ട് തിയോളജിക്കൽ എഡ്യൂക്കേഷനെ സമീപിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ കൃഷ്ണമോഹൻ ബാനർജിയ, ആൻ ഇന്ത്യൻ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, അതുപോലെ എക്യുമിനിസം ഇൻ ഏഷ്യ, ഈസ്റ്റ് ഓഫ് യൂഫ്രട്ടീസ്, ഈസ്റ്റ് ഓഫ് ഏഷ്യ, എഡിൻബ്രോ ടു സാൽവഡോർ, 20th century ecumenical missiology, കിങ്ഡം ഓഫ് ഗോഡ് ലൈക്ക് ദിസ്. നമുക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ ഏഷ്യ സത്യ സാറിന്റെ പുസ്തകത്തില്, അതുപോലെ ഉമ്മൻ ബി അച്ഛൻ എഡിറ്റ് ചെയ്തതായിട്ടുള്ള ഒരു പുസ്തകത്തില് ഡോക്ടർ എം വി എബ്രഹാച്ചൻ, ഇവര് രണ്ടുപേരും അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് ഓർക്കുകയാണ്. അദ്ദേഹം പക്ഷെ പുസ്തകം എഴുതി എന്നതിനേക്കാൾ ഉപരി ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. അതിന്റെ ദീർഘകാലം സെക്രട്ടറി ആയിട്ടും ട്രഷററായിട്ടും പ്രവർത്തിച്ചു. അപ്പൊ അദ്ദേഹം മാത്രമല്ല, അതിൻ്റെ കൂടെ കത്തോലിക്കരുണ്ട്, പല സഭകളിൽ നിന്നുള്ള നേതൃത്വം ഉണ്ട്. അപ്പൊ അതുവരെയും ചർച്ച് ഹിസ്റ്ററി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ സംഘടനയുടെ പേര് തന്നെ അങ്ങനെയാണ്, ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യ. എന്നാൽ അവരുടെ കൂട്ടായിട്ടുള്ള ഒരു ശ്രമഫലമായി, ആലോചനയുടെ ഭാഗമായി ചർച്ച് ഹിസ്റ്ററി അല്ല, ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ സഭാചരിത്രം എന്നുള്ളത് ഒരു ക്രൈസ്തവ ചരിത്രമായി കാണണം എന്ന് പറയുകയും ചെയ്തു. അതിന്റെ കാരണം സഭകളുടെ പലർക്കും അറിയാവുന്നതും പ്രാധാന്യം കൊടുക്കുന്നതും അതത് സഭകളുടെ ചരിത്രമാണ്. അപ്പോൾ അവരുടെ ചരിത്രം അതിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവയെ അവഗണിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്ന വിധത്തിലാണ് കാണുന്നത്. അപ്പം അതിൻ്റെ എന്നാൽ കോമൺ ആയിട്ടൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണ് നമ്മൾ. ഒരു ഭാരതത്തെ സംബന്ധിച്ചിടത്താലും ഗ്ലോബലായിട്ടായാലും ഒരു കോമൺ ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. അങ്ങനെ ആ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇപ്പം ആദ്യ കുർബാനയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ, ഒരു പാറ്റേൺ ആണ്, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള വിധത്തിൽ. അല്ലെങ്കിലും എല്ലാ സഭകളുടെയും പഠിപ്പിക്കൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ അത് പഠിപ്പിക്കുന്നത്. അതിന് ഡോക്ടർ ടി ഫിലിപ്പ് സാറ് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ ഇപ്പൊ എയർ ഇന്ത്യയുടെ ഒരു മാപ്പ് അത് നോക്കുമ്പോൾ എല്ലാ വിമാനങ്ങളും പുറപ്പെടുന്നതും വരുന്നതും അതിൻ്റെ എയർ ഇന്ത്യയുടെ ബോംബെ കേന്ദ്രത്തിലാണ്. എന്നാൽ ബോംബെ മാത്രമല്ല, എയർ ഇന്ത്യയുടെ മാത്രമല്ല, കാതെ പസഫിക് ഉണ്ട്, അല്ലെങ്കിൽ പാനാം അമേരിക്കയുടെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഉണ്ട്. ഓരോരുത്തരും അവരവർ മാപ്പ് വരയ്ക്കുമ്പോൾ അവരവരുടെ കേന്ദ്രത്തെ ആധാരമാക്കി വരയ്ക്കുകയും അവിടെ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുന്നതായിട്ടും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ടുമാണ് വരയ്ക്കുന്നത്. ഇത് സഭാചരിത്രത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇത് എല്ലാവരുടെയും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ഭൂമികയാണ് ഈ ക്രൈസ്തവ ചരിത്രം എന്ന് അവർ പറയുകയും അങ്ങനെ പ്രത്യേകിച്ചും ഭാരത ക്രൈസ്തവ ചരിത്രം 7-8 വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അത് രചിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ക്രൈസ്തവ ചരിത്രം എന്ന് പറഞ്ഞ ഒരു ചരിത്രം വളരെ ഇല്ല. അന്ന് അവരുടെ വലിയ പരിശ്രമ ഫലമായിരുന്നു. എത്രയോ വർഷങ്ങളെടുത്ത ഒരു പ്രൊജക്റ്റാണ് ഒരു കോമൺ ഹിസ്റ്ററി ഉണ്ടാക്കാൻ. ഇതുവരെ ഒരു ഭാരത സഭ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റേ ഇല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സങ്കടം അതായിരുന്നു. ഒരു ഇന്ത്യൻ എക്ലീസിയോളജി ഇല്ല, ഒരു ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഇതില്ല. അദ്ദേഹം പലപ്പോഴും അത് താരതമ്യം ചെയ്യുന്ന ചൈനയുമായിട്ട്. ചൈനയിലെ സഭയ്ക്ക് അവർ പറയുന്നുണ്ട്, ചൈനയിലുള്ള സഭകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആ ദേശവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ചരിത്രമുണ്ട്.
പക്ഷെ ഭാരതത്തിൽ അങ്ങനെ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ പ്രയാസമായിട്ട്. അപ്പൊ അതിന്റെ കാര്യം പറയുന്നത് പല ഭാരത സഭകളും പറയുന്നത് മിഷണറി സംഘടനകളുടെ വാലായിട്ടാണ് പല സഭകളും ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ആ വിദേശ ആധിപത്യത്തിൽ അല്ലെങ്കിൽ വിദേശ ആധിപത്യത്തിന് കീഴിലുള്ളതാകുമ്പോൾ അവരുമായിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പലപ്പോഴും ഒരു ഭാരത ചരിത്രം എഴുതാതെ പോയി, ഭാരത ക്രൈസ്തവ ചരിത്രം എഴുതാതെ പോയി എന്നാണ് അദ്ദേഹം. ഈ മിഷണറിമാരാകട്ടെ കുടിപ്പക വെച്ച് പുലർത്തുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എവിടെയാണ് കോമൺ ആയിട്ടുള്ളത്? അപ്പൊ അത് അതുകൊണ്ട് ആ വിധത്തിൽ ഒരു ക്രൈസ്തവ ചരിത്രം, സഭാ ചരിത്രം ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നതായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരു പറയുന്ന കാര്യമാണ്, നമുക്കൊരു ദൈവശാസ്ത്രത്തിന്റെ ഒരു പശ്ചാത്തലവും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഭാരതത്തിന്റെ സഭയ്ക്ക് അവർ കൂടുതലും അതിന്റെ തിയോളജി പറയുന്നതിനാണ് ശ്രമിച്ചത്, അല്ലെങ്കിൽ ചരിത്രം പറയുന്നതിന് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം പലരും മതം മാറി വന്നവർ കൂടുതലും ദൈവത്തെ, യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാനും അതിനെക്കുറിച്ച് പറയുന്നതിനൊക്കെയാണ്. എന്നാൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഒരു നേതൃത്വം ഒന്നും ഭാരത സഭയ്ക്ക് അഭിമാനിക്കാൻ ഇല്ലാതെ പോയി. അല്ലെങ്കിൽ ഈ സഭയിൽ ഈ മണ്ണിൽ വേരുകൾ ഊന്നാൻ സഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാലത്താണെങ്കിലും ചില സംഘടനകൾ നമ്മളെ ക്രൈസ്തവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ദേശത്തിന്റെ ആൾക്കാരെ, പലപ്പോഴും നമ്മളുടെ പ്രവർത്തന രീതികളൊക്കെ ആ വിധത്തിൽ അവരുടെ വിമർശനത്തിന് കഴമ്പുള്ള ഒരു കാര്യമാണ് അത്. നമ്മൾ ഈ ദേശത്തിന് ചേർന്ന വിധത്തിലോ അഭിമാനിക്കുന്ന വിധത്തിലോ പെരുമാറുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിൽ സാർ മാത്രമല്ല, ഇന്നും ആ വിധത്തിലാണ് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വലിയ സ്വരാജ്യ സ്നേഹികളാന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ സഭയ്ക്ക് ഒരു ഭാരത സഭ ഇല്ലല്ലോ. ഭാരത സഭയില്ല, ഭാരതത്തിൽ വേരുകൾ നമുക്കില്ല. നമുക്ക് പലപ്പോഴും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തൽ ഇതാണ്, കുറച്ചെങ്കിലും ഭാരത സഭയ്ക്ക് അത് പ്രയോജനം ചെയ്തത് ഈ ദേശീയ സമരമാണ്, അല്ലെ ദേശീയ പ്രസ്ഥാനമാണ്. അന്നേരമാണ് ഈ 1930കളിലോ അല്ലെ 20കളിലോ തുടങ്ങുന്ന ഒരു അന്വേഷണം, അല്ലെ 47 വരെയുള്ള കാലയളവിൽ ആ ഭാരത സ്വാതന്ത്ര്യ സമരമാണ് നമുക്ക് ഈ പല സ്ഥലങ്ങളിൽ സഭയുണ്ട് എന്നുള്ളത് ഒരു ധാരണ നമുക്ക് നൽകുന്നത്. അതൊരു വലിയൊരു കാര്യമാണെന്നുള്ളത്. അതിനകത്ത് അത് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതൊന്നും പറയാറില്ല. നമ്മൾ പലപ്പോഴും യേശുവും അല്ലെങ്കിൽ ദൈവവും ആത്മീയതയെന്ന് മാത്രമാണ് പറയുന്നത്. വാസ്തവത്തിൽ ഭാരത സഭയ്ക്ക് ഒരു പ്രയോജനം ചെയ്തത് ഈ ദേശീയ സമരമാണ് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഭാരതത്തിൽ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് മതബഹുലത എന്നുള്ളത്. നമ്മൾ അതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ മിഷണറി പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് വന്നപ്പോൾ ഈ മിഷണറി പ്രവർത്തനത്തിൽ മിഷണറിമാർ അവർ ക്രിസ്ത്യന്റെ, അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്, ഞാൻ ഏത് പുസ്തകത്തിൽ നിന്നാന്നുള്ള ഇപ്പം കോട്ട് ചെയ്തിട്ടില്ല, അദ്ദേഹം പറയുന്നത് അവരെല്ലാം ക്രിസ്ത്യൻഡത്തിൽ നിന്നാണ്. ക്രിസ്ത്യൻഡത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാവണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ പള്ളിയിൽ വരുന്നവരായിരിക്കണമെന്ന് അവർക്ക് അർത്ഥവും. എന്നാൽ ഏഷ്യയിലെ രാജ്യത്തിലെ ഒരു പ്രത്യേക സാഹചര്യം, ഇവിടെ ഭാരതത്തിൽ ക്രൈസ്തവ സഭ ഉള്ളതുപോലെ തന്നെ ഇവിടെ പല മതങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ദൈവശാസ്ത്രം രൂപപ്പെടുമ്പോൾ വേറൊരാളെ കളിയാക്കിക്കൊണ്ടോ വേറൊരാളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അല്ല ദൈവശാസ്ത്രം രൂപീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ വിധത്തില് പല ഏഷ്യയിൽ നിന്നുള്ള പല തിയോളജിയൻസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് ഇത് വളരെ സ്വീകാര്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ
വാസ്തവത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് കുരിശുയുദ്ധങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പം ക്രിസ്തു ദർശനം റീതിങ്ക് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്, ക്രിസ്റ്റോളജി. അപ്പൊ അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ മാറ്റി നിർത്തണമെന്നല്ല. ക്രിസ്തുവിന്റെ യുണീക്നെസ് എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശിന്റെ പാതയാണ്. ക്രൂശിന്റെ പാത എന്ന് പറഞ്ഞാൽ കഴുത്തെ കുരിശ് കെട്ടിത്തൂക്കിയിടുക എന്നുള്ളതല്ല, മറിച്ച് അത് സഹനത്തിന്റെയും കഷ്ടപ്പാടിലൂടെയുള്ള. അപ്പൊ ക്രിസ്തുവിന്റെ യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്, അത് കുരിശിന്റെ പാതയാണ്, സഹനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പാതയാണ്. ആ വിധത്തിൽ അതിനെ കാണണമെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് നമ്മൾ പലപ്പോഴും പിന്നെ സഭ സെൻട്രിക് ആയിട്ടാണ് ഈ ചില ചർച്ചകളൊക്കെ ഉണ്ട്, ക്രിസ്തു കേന്ദ്രീയമോ, അതായത് ക്രൈസ്റ്റ് സെൻട്രിക്, തിയോസെൻട്രിക് എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് രണ്ടും അല്ല പലപ്പോഴും കാണുന്നത്, എക്ലീസിയോ സെൻട്രിക് ആയിട്ടാണ്. സഭയില് ആരാണ്, പിന്നെ സഭയാണോ പ്രധാനപ്പെട്ട, ബിഷപ്പ് എവിടെ നിൽക്കുന്നു, വേർ ദർ ഈസ് ബിഷപ്പ് ദർ ഈസ് ചർച്ച്. ഇതൊക്കെ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് പെരുമാറുന്നതെന്നാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവശാസ്ത്ര ചിന്താഗതി വക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഇതുവരെ സഭാചരിത്രത്തിൽ ഇപ്പോഴും പല മോഡൽസ് കാണുന്നുണ്ട്. കുറച്ച് അച്ഛന്മാരും തിരുമേനിമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് ചർച്ച നടത്തിയാൽ നല്ല സഭൈക്യം ഉണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട്, ക്ലർജിയാണ് വാസ്തവത്തിൽ സഭൈക്യത്തിന് എതിര്. ക്ലർജി എന്ന് പറഞ്ഞാൽ അച്ഛന്മാര് അതിനെ എതിർക്കുമെന്നല്ല പറഞ്ഞത്, പക്ഷെങ്കിൽ ഈ കസേര, ഇതിന്റെ കസേരയിലായിരിക്കും, ആരാണ് ഈ പിന്നെ ഇതിന്റെ നേതൃത്വം വഹിക്കുക, ആർക്കൊക്കെ ഏത് പൊസിഷൻ കൊടുക്കും. അത് ഡിവൈൻ ആക്ട് ഓഫ് ക്ലർജി എന്ന് പറഞ്ഞ എക്യുമെനിസം ഏഷ്യായ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഡോക്ടർ എം തോമസ് സാറ് എന്നോട് നേരിട്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഈ ആർട്ടിക്കിളാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, ഡിവൈൻ ആക്ട് ഓഫ് ക്ലർജി. എക്യുമെനിക്കൽ രംഗത്തിന് തടസ്സം നിർണ്ണയിക്കുന്നത് ഇത് ഏത് പിന്നെ കസേരയാണ്, അല്ലെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് മാർത്തോമാ സഭയും പിന്നെ ഇത് ടി ഫിലിപ്പ് സാറ് ചൂണ്ടിക്കാണിച്ചല്ല, സഭയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. മാർത്തോമാ സഭയെ ലൂതറൻ ചർച്ചുമായിട്ട് വലിയ ചർച്ച നടന്നു. അപ്പൊ നമ്മുടെ അവിടുത്തെ സെമിനാരി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്, വളരെ അങ്ങനെയൊക്കെയുള്ള പല എഗ്രിമെന്റും ആ വിധത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിലുള്ള ചർച്ച വന്നപ്പോൾ മാർത്തോമാ സഭയുടേത് ഒരു മെത്രാപ്പോലിത്തയാണ് പേര്, അവരുടെ ഒരു പ്രസിഡന്റാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോഴേ അവിടെ മുട്ടിപ്പോയി. കാര്യം അദ്ദേഹം ഒരു ആത്മായ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ രാജരത്നം എന്ന് മറ്റുമാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസിഡന്റിന്റെ പേര്. അവര് തെരഞ്ഞെടുത്തുന്ന അവരുടെ ഹെഡ് ഓഫ് ദ ചർച്ചായിട്ട്, ലൂതറൻ ചർച്ചിന്റെ ഹെഡായിട്ട് വരുന്ന ആള് ഒരു ആത്മായ നേതാവാണ്. എങ്ങനെയാണ് നമ്മളുടെ ഒരു എപ്പിസ്കോപ്പൽ ഒരു ഇതുമായിട്ട് മെത്രാപ്പൊലിത്തൻ ഈക്വലായിട്ട് അതിന് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റി നമ്മൾ പങ്കെടുക്കുന്നവർ അതിനകത്ത് കൂടുതൽ അത് അറിയാമെങ്കിൽ പറയണം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കസേരകൾ, ഈക്വൽ കസേരകൾ ആർക്ക് കിട്ടും, ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഭാഗം വന്നപ്പോൾ ഈ ചർച്ച അവിടെ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ വളരെ വ്യക്തം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടി ഫിലിപ്പ് സാർ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്യുമെനിസത്തെ പറ്റി പറയുന്ന, എക്യുമെനിക്കൽ യൂണിറ്റിയെ പറ്റിയൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇത് സംഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്ത വിധത്തിൽ ആക്കി തീർക്കുന്നത് ഈ കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം എക്യുമെനിക്കൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ ചർച്ച് യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, എന്നെല്ലാം രാഷ്ട്രീയ അധികാരങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻവേഷൻ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഭാരതത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം സഭ പിളർ. അത് നമ്മൾ പലർക്കും അത് ശ്രദ്ധിച്ച് കാണുമായിരുന്നുള്ളൂ. പോർച്ചുഗീസുകാർ വന്നപ്പം അങ്ങനെ കുറച്ചു പേര് അതിൻ്റെ പുറകെ, ബ്രിട്ടീഷുകാർ വന്നപ്പം അതിൻ്റെ പുറകെ കുറച്ച് വരും, ഡച്ചുകാർ വന്നപ്പം അതിൻ്റെ പുറകെ കുറച്ച് വരും. അപ്പോൾ ഈ ഒരു വിധത്തിൽ സഭ, ഭാരതത്തിലെ സഭ ഇങ്ങനെ ഓരോരുത്തർ വരുന്നവരുടെ പുറകെ അവർക്ക് ഇതാണ് നമ്മൾ ഇവിടെ വാസ്തവത്തില്
ഈ വിഘടിച്ച് ഇപ്പോഴും വലിയ അഭിമാനത്തോടുകൂടെ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ ഹെഡ് അവിടെയാണ്, ഞങ്ങളുടെ ഹെഡ് ഇവിടെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് വാസ്തവത്തിൽ അതിന്റെ ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മളും ഈ സാധാരണ ഈ രാഷ്ട്രീയത്തെ പറ്റി അധികം ഗൗരവമായിട്ട് കാണാറുണ്ട്. ഏതാ പിന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയോ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യം ഭാരതം കീഴടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇത് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു വർത്തമാനകാല അനുഭവം ഞാൻ പറയും. ഇപ്പോൾ അനേക ന്യൂ ജനറേഷൻ ചർച്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്ന പല കമ്പനികളാണ് നമ്മൾ അറിയാതെ. ഇപ്പൊ ഇന്ത്യ ആരും കീഴടക്കുന്നൊന്നുമില്ല പ്രത്യക്ഷത്തിൽ, പക്ഷെ ഇന്ത്യയിൽ കടന്നു വന്ന പല ഇതുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പല സഭകൾക്കും ഇതൊരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ അവരുടെ പുറകെ പോകുന്നതായിട്ടുള്ള ഒത്തിരി പ്രഖ്യാപിത പിളർപ്പൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പല ഘടകങ്ങളായിട്ട് പിരിയുന്നതിന് ഇത് ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഉള്ളത്. അപ്പൊ അതിന് അദ്ദേഹം ഈ സഭൈക്യത്തെ കുറിച്ച് അതിൻ്റെ ഒരു നല്ലൊരു സൊല്യൂഷൻ പറയുന്നത്, നിങ്ങൾ ഈ ക്ലർജിയോ ബിഷപ്പോ ഒന്നുമല്ല, ഈ WCCയുടെ മീറ്റിങ്ങുകളിലൊക്കെ പറയും ചർച്ച് ആസ് എ ഗ്രൂപ്പ് ഓഫ് ലെയ്റ്റി, അതായത് ലാവോസ്, ജനങ്ങൾ, ഇതാണ് പരിഗണിക്കുന്നത്. അവിടെയാണ് ഐക്യം ഉണ്ടാകും, ഒരു ജനത എന്നുള്ള വിധത്തിൽ. അത് ഇവിടെ WCCയിൽ അതൊക്കെ പറയും, പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോൾ അതൊന്നും പിന്നെ അത് ചർച്ചയില്ല. അതൊക്കെ WCCയുടെ പേപ്പറിലെ ടെക്നിക്കൽ ടേമാണ്. പീപ്പിൾ ഓഫ് ഗോഡ്, ലെയ്റ്റി, ലാവോസ് എന്നുള്ള ഒരു വിധത്തിൽ തന്നെ ചർച്ച മുന്നോട്ട് പോണം എന്നാണ് അദ്ദേഹം പറയാൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിധത്തിലുള്ള ചിന്താഗതികൾ ഇനിയും നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു, നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഈസ്റ്റ് ഓഫ് ദ യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞിടത്ത് ഒരു 3 കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് ഈ രാഷ്ട്രീയ അധികാരങ്ങൾ ഒന്ന് പ്രഷർ ചെലുത്തിയാൽ സഭ അതിൻ്റെ പുറകെ പോകും. കാര്യം ചൈനയിലെ അറബ് ദേശത്തൊക്കെ ക്രിസ്ത്യാനിറ്റി നല്ലോണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ രാഷ്ട്രീയ നേതാവ് മാറിയപ്പോൾ അവിടുത്തെ നേതാക്കന്മാർ മതം മാറിയപ്പോൾ അതിൻ്റെ പുറകെ ക്രിസ്ത്യാനിറ്റിയും പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരാൾ പേടിപ്പിച്ചാൽ നമ്മൾ പറയും ഞാൻ വിശ്വാസം വിട്ടിട്ടൊന്നും പോകത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് അതിനെ കാണേണ്ടതാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് സംരക്ഷിക്കാമോ എന്ന് സംശയമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഒരു സഭ നിലനിൽക്കണമെങ്കിൽ അതത് ദേശവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. നമ്മൾ വാസ്തവത്തിൽ എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അഭിമാനം പലതും എൻ്റെ ചർച്ചിൻ്റെ അഫിനിറ്റി, എൻ്റെ ചർച്ചിൻ്റെ ഹെഡ് ഓഫീസ് ഫിലാദൽഫിയ ആണ് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളാണെന്ന് പറയുന്നതിലാണ്. എന്നാൽ നമുക്ക് ഇവിടുത്തെ ഈ മണ്ണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിൽക്കണമെന്ന് പിന്നെ അദ്ദേഹം അത് പറയാൻ കാര്യം ഭാരതസഭയുടെ കാര്യം മാത്രമല്ല, ഏഷ്യയുടെ ചരിത്രം പഠിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഏഷ്യയിലെ വിവിധ സഭകളുടെ ചരിത്രം പഠിച്ചിട്ട്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് സഭയ്ക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ സഭയുടെ ശത്രുക്കൾ പുറത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ സഭയുടെ ഉള്ളിലാണ്. സഭ നശിച്ചു പോയതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതൃത്വം മാറിയതുണ്ട്, വേരുകളില്ലാത്തതുണ്ട്, സുഖലോലുപത്വം. വിവിധ ഏഷ്യയിലെയും മാത്രമല്ല യൂറോപ്പിലെയും പലയിടത്തെയും സഭകളെ നശിപ്പിച്ചത് സുഖലോലുപത്വമാണ് എന്ന്, അതായത് ആത്മീയത ഇല്ലാതായി പോയതാണെന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഈ ചിന്താഗതികൾ, അദ്ദേഹം ഉയർത്തിയതായിട്ടുള്ള കാരണങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ സഭാ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഇന്നും വളരെ സ്വീകാര്യമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ പലപ്പോഴും മറ്റു ചില കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഉയർത്തുന്നതായിട്ടുള്ള ഈ ചിന്താഗതികൾ നമ്മളെ വെല്ലുവിളിക്കേണ്ടതാണ്. നമുക്ക് കുറച്ചുകൂടെ ജീവിതത്തിൽ കുറച്ചുകൂടെ വെളിച്ചം തരാം. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം മൺമറഞ്ഞു. അദ്ദേഹം ഓസ്ട്രേലിയയിൽ അദ്ദേഹം ഭൗതിക ശരീരം അടക്കം ചെയ്തു. അദ്ദേഹം ശിഷ്യന്മാരെ ഉണ്ടാക്കുകയോ അദ്ദേഹം മറ്റു വിധത്തിലൊന്നും ചെയ്തിട്ട്
അദ്ദേഹം ഇവിടെ 4-5 ലക്ഷം രൂപ മുടക്കി അന്ന് 95-ല് മാർത്തോമാ സഭയിൽ ഒരു ചെയർ, TV ഫിലിം ചെയർ സ്ഥാപിച്ചു. എന്നാൽ എന്തുകൊണ്ടോ അതിന്റെ ഒരു തുടർ പരിപാടികൾ എന്തെങ്കിലും നടക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതല്ലെങ്കിലും ഇതുപോലെയുള്ള വ്യക്തികളെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുദാസ് സത്യാൽ സാർ അതിന്റെ ആ ഒരു വിധത്തിൽ ഒരു ലേഖനം എഴുതിയത് നല്ലതായിട്ട് പറയാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി. അച്ഛൻ പറഞ്ഞ പോയിന്റുകളില് പ്രധാനമായിട്ട് അച്ഛൻ ആദ്യം ഡോക്ടർ TV ഫിലിപ്പിന്റെ ജീവചരിത്രമാണ് പറഞ്ഞത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു. തീർച്ചയായിട്ടും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമത് അദ്ദേഹത്തിന്റെ എഴുത്തുമായിട്ടും അദ്ദേഹത്തിന്റെ ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞത്. അതിൽ തന്നെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, ഈ ഹിസ്റ്ററി, ഓരോ സഭ അവരവരുടെ ഹിസ്റ്ററിയില് അങ്ങ് ഒതുങ്ങി അതാണ് സത്യമെന്ന് പറഞ്ഞ് അഭിരമിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇന്ത്യക്ക് ഒരു പൊതുവായ ഒരു ചർച്ച ഹിസ്റ്ററി ഇല്ല എന്നുള്ളൊരു ചിന്ത, അത് എത്രമാത്രം വാസ്തവമാണെന്ന് നമ്മൾ ഈ ചർച്ച ഹിസ്റ്ററി, ഓരോ സഭയുടെയും ചർച്ച ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം വ്യക്തമാവും. ഞാന് മാർത്തോമാ സഭയുടെ സഭാചരിത്രം കൂടാതെ മറ്റു സഭകളുടെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴേ പേരെടുത്ത് പറയുന്നില്ല. മറ്റൊരു സഭയുടെ ഒരു ചരിത്രകാരൻ, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അദ്ദേഹം എഴുതുന്ന ആർട്ടിക്കിളുകൾ വായിച്ചാല്, ചരിത്ര സംബന്ധമായി വായിച്ചാൽ ഇന്ത്യയിൽ ആ ഒറ്റ സഭയേ ഉള്ളൂ ശരിയെ, ബാക്കിയെല്ലാം തെറ്റാണെന്നുള്ള ഒരു ചിന്ത വരും. ഞാൻ വളരെ കൗതുകത്തോടുകൂടി അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട, അല്ല അതിനെ എതിർക്കേണ്ട കാര്യങ്ങളും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതിനാൽ ഇത് പഠിക്കാറുണ്ട്. സത്യത്തില് ഈ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. അതുപോലെ രണ്ടാമത് അച്ഛൻ തന്നെ ആ ക്ലർജി ഡോമിനേഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അൽമായനായ എനിക്ക് അല്പം ധൈര്യത്തോടു കൂടി പറയാം, അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എക്യുമെനിസത്തിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു കസേര, ക്ലർജി കസേരയുടെ കാര്യം ചൂണ്ടിക്കാട്ടി ഇത് TV ഫിലിപ്പ് സാറിന്റെ ദർശനവും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതിന് ഇന്നും സാങ്കത്യമുണ്ട് എന്ന് പറയാതിരിക്കുവാന്, ആ വിഷയത്തിന് സാങ്കത്യമുണ്ട്, ഇന്നും അത് തന്നെയൊക്കെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ മലങ്കര സഭയിലെ മലങ്കര സഭയല്ല, ഇന്ത്യൻ സഭയില് വിദേശ ആധിപത്യം വന്നപ്പോഴൊക്കെയുള്ള പിളർപ്പ്, അതൊരു സഭാചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. പോർട്ടുഗീസുകാർ വന്നപ്പോഴും ഡച്ചുകാർ വന്നപ്പോഴും അവസാനം ഇംഗ്ലീഷുകാർ വന്നപ്പോഴും ഒക്കെ അതിന്റെ അലയൊലികള് നമ്മുടെ സഭയിലുണ്ടായിരുന്നു. ആ പിളർപ്പിലേക്ക് പോയ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭരണ അധികാരങ്ങൾ മാറുമ്പോൾ അതെങ്ങനെ സഭയെ ബാധിക്കുന്നു, സഭ എപ്പോഴും അധികാരത്തോടെ ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, അത് വളരെ കറക്റ്റാണ്. ഇന്നത്തെ ഭാരതീയ അവസ്ഥയില് ആ ഒരു ചിന്തയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ലജ്ജിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള പറയേണ്ടത് പറയാതിരിക്കുകയും സഭാ നേതൃത്വം ചായ സൽക്കാരത്തിന് പോകുന്നതുമായിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ദാർശനികനെ പറ്റി ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊരു പ്രവാചക തുല്യമായ എഴുത്തുകളും പഠനങ്ങളുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. അതുപോലെ തന്നെ സഭയുടെ ശത്രുക്കൾ സഭാജനങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ചിന്ത വന്നു. സുഖലോലഭ്യതയുടെ ആലസ്യത്തിൽ കഴിയുന്ന സഭാജനങ്ങള് ആണ് സഭയുടെ ശത്രുക്കൾ എന്നുള്ള ആ ചിന്ത, ശരിക്കും പറഞ്ഞാല് ഈ അച്ഛന്റെ ഈ ഉദ്യമം ഒരു വലിയൊരു നേട്ടമായിട്ട് തന്നെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. TV ഫിലിപ്പ് സാറിനെ നമ്മുടെ യുവതലമുറയല്ല, എന്റെ തലമുറ പോലും പഠിച്ചില്ല എന്നുള്ള ദുഃഖകരമായ സംഭവമുണ്ട്. യുവതലമുറ ഒട്ടും പഠിക്കുന്നില്ല. ഇത് ഒരു ചർച്ചയിലേക്ക് നയിക്കപ്പെടേണ്ട വിഷയമാണ്
എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അച്ഛന്റെ ഈ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അച്ഛാ വളരെ നന്ദി. ഇനിയുമേ നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ അഡ്മിൻ ടീമിൽ പലരുടെ, പ്രത്യേകിച്ച് VI ജേക്കബ് സാറിന്റെ ബ്രദറിലോ വേർപാട്, അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ മരിച്ചുപോയി. അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹമാണ് അറിയിപ്പുകൾ നൽകുന്നത്. അങ്ങനെ പലർക്കും ഇന്നൊരു ബുദ്ധിമുട്ട് വന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ അറിയിപ്പ് ഞാൻ തന്നെ അങ്ങ് അറിയിക്കാം. അടുത്ത ശനിയാഴ്ച രാത്രി 8:30 നമ്മുടെ ലൈറ്റർ ടു ലൈറ്റർ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 238ാമത് വെബിനാർ നടക്കുന്നതായിരിക്കും. ആ വെബിനാറിന് നേതൃത്വം നൽകുന്നത് സാന്റാക്രൂസ്, മുംബൈ സാന്റാക്രൂസ് ഇടവകയുടെ വികാരി പ്രസാദ് മാത്യു അച്ഛനാണ്. വിഷയം മാരാമൺ കൺവെൻഷൻ, ഒരു അവലോകനം എന്നുള്ള രീതിയിൽ അതിന്റെ കറക്റ്റ് വിഷയം പിന്നീട് അറിയിക്കാം. എന്നാലും മാരാമൺ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ 9-ാം തീയതി കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് അത് മനസ്സിലാക്കുന്നതൊക്കെ വളരെ സന്തോഷകരമല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും അടുത്ത ശനിയാഴ്ചത്തെ വെബിനാറിന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതേ പാസ്വേഡും ഇതേ ലിങ്കുമാണ്. അതുകൊണ്ട് പാസ്വേഡ് ലഭിച്ചില്ല എന്നൊന്നും ആരും പറയാതെ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴേ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളെ ഹാൻഡ് റേസ് ചെയ്യുക, സിസ്റ്റത്തിൽ കൂടെ ഹാൻഡ് റേസ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും സിസ്റ്റത്തിൽ ഹാൻഡ് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവര് ചാറ്റ് ബോക്സിൽ പേരെഴുതിയിട്ടാലും മതി. ഇപ്പൊ അതിനുള്ള അവസരമുണ്ട്. ഇപ്പോൾ AV ഇട്ടി സാറ് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. സാറിന് ഇപ്പോൾ സംസാരിക്കാം. എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. പ്രത്യേകിച്ച് റജി അച്ഛന്. അച്ഛനെല്ലായ്പ്പോഴും വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഈ അവതരണത്തിലും അച്ഛൻ്റെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ആ രീതിക്ക് ഒരു മാറ്റവും വന്നില്ല എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ക്ലേർജി പലപ്പോഴും അവരുടെ താല്പര്യമാണ് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ക്ലേർജിയുടെ ഭാഗമായിരിക്കുന്ന ഒരു ആൾ അത് ധൈര്യമായിട്ട് പറഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം മർത്തോമാ സഭയുടെ ഒരു കാഴ്ചപ്പാട്. ഞാൻ അച്ഛന്റെ പ്രഭാഷണത്തെ കുറിച്ച് അധികം പറയാനായിട്ട് പോകുന്നില്ല യഥാർത്ഥം പറഞ്ഞാൽ. എന്നാൽ TV ബിൽ സാറിനെ ഓർത്തത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഈ WCCയുടെ ഈ ആദ്യ തലമുറ നേതാക്കള് സഭ സ്പോൺസർ ചെയ്ത് അയച്ചവരല്ലായിരുന്നു യഥാർത്ഥത്തിൽ. അത് നമ്മുടെ ഡോക്ടർ എം തോമസ് ഉൾപ്പെടെ TV സാറിന്റെ കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു PIT എന്നാന്ന് തോന്നുന്നു. PIT സാറിന്റെ കാര്യം പറയേണ്ടി വരും. ഞാനുമായിട്ട് ഒരു ബന്ധമുള്ള വ്യക്തിയല്ല കേട്ടോ. പേരിൽ ഒന്നാണെങ്കിലും ഒരു ബന്ധമുള്ള വ്യക്തിയല്ല. എന്ന് പറഞ്ഞാൽ ഈ സ്വതന്ത്ര വ്യക്തിത്വം ഇപ്പൊ തന്നെ മർത്തോമാ സഭയിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. യുഹാൻ മർത്തോമൊക്കെ അത് അടിവരയിട്ട് പറഞ്ഞതാണ്. പൗരോഹിത്യം എല്ലാവർക്കുമുള്ളതാണ്. സഭ ആണ് രാജകീയ പുരോഹിത വർഗം. അവിടെ എല്ലാവരും തുല്യരാണ്. ആ രീതിയിൽ സ്നാനമാണ് അടിസ്ഥാന അഭിഷേകം. സ്നാനത്തിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ മുൻപോട്ട് പോകും തോറും അൽമായരുടെ ഉള്ളിലുള്ള അറിവുകളും അവർക്ക് ധൈര്യമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കാതെ പോകുന്നതിനെയും എല്ലാം ഫലമായിട്ട് പലപ്പോഴും സഭയുടെ ഇപ്പൊ അൽമായരില്ലേ സഭയില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പം അച്ഛന്മാരില്ലേലും സഭയുണ്ട്, മെത്രാച്ചനില്ലെങ്കിലും സഭയുണ്ട്. അത് ഞാൻ പറയുന്ന തിയോളജിയായി പറയുന്നത്. സഭയെന്ന് പറയുന്നത് അച്ഛനോ മെത്രാച്ചനോ പോപ്പോ കർദിനാളോ ഒന്നുമല്ല. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ആ രീതിയിൽ
അൽമായരില്ലെങ്കിൽ സഭയില്ല. കാരണം പട്ടക്കാരെ ആയാലും കൊള്ളാം, മേൽപ്പട്ടക്കാരെ ആയാലും കൊള്ളാം, നമുക്ക് അത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എത്ര പോലത്തെ ആയാലും കൊള്ളാം, മേലോട്ടുള്ളവരെ ആയാലും കൊള്ളാം, എല്ലാം സന്ധിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നതെല്ലാം അൽമായരാ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഈ അൽമായന് ലഭിക്കേണ്ടതായ ഒരു അംഗീകാരം സഭയിൽ ലഭിക്കുന്നില്ല. ഇപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞല്ലോ, ടി.വി. വിൽബി സാറ് ഇങ്ങനെയുള്ളതിനൊന്നും തല കുനിച്ചു കൊടുത്തിരുന്ന ആളല്ല. എന്റെ സ്വന്തം ഞാൻ നേരിൽ കണ്ട് കേട്ട അനുഭവം പറയാം. 2006 ദൈവം തമ്പുരാന്റെ കരുണയാൽ മാർത്തോമാ സഭയെ പ്രദാനം ചെയ്ത് WCCയിൽ പോയ 6 പേരിൽ ഒരാള് എളിയവനായ ഞാനായിരുന്നു. അത് ദൈവം എനിക്ക് തന്നതായ വലിയൊരു ദാനമാണ്. അതുപോലെ സഭയും തന്നതായിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്ന ഒന്നുമല്ല സഭകളിൽ നിന്ന് നിലനിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ WCC ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തുല്യരാണ്. ബസ്സിൽ കയറുമ്പം ഓരോരോ ഹോട്ടലുകളിലും ഓരോരോ സ്ഥലങ്ങളിൽ താമസിപ്പിച്ചിട്ട് WCC ക്രമീകരിച്ചിട്ടുള്ള ബസ്സുകളാണ് പിക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ ബസ്സിൽ കയറാൻ വരുമ്പോൾ ബിഷപ്പും അൽമായനും സ്ത്രീയും പുരുഷനും എല്ലാം തുല്യരാ. ക്യൂ നിന്ന് അവനവന്റെ ടേൺ വരുമ്പോൾ ബസ്സിൽ കയറുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതാണ് അവിടുത്തെ ഡിസിപ്ലിൻ. WCC അകത്ത് വന്നു കഴിയുമ്പോൾ ഭക്ഷണത്തിന് എല്ലാവരും ഇതുപോലെ ക്യൂ നിന്ന് പ്ലേറ്റ് എടുത്ത് ഭക്ഷണം സ്വയം വിളമ്പി ഭക്ഷിക്കുകയും പ്ലേറ്റ് എവിടെ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യാം. ഒരു വേർതിരിവുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ പേരൊക്കെ വിളിക്കുന്ന സമയത്ത് എനിക്ക് വലിയ എന്റെ ഇനിയും വരാൻ പോകുന്നതായിട്ടുള്ള അടിയനിത എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളതായ സൂചനകളുണ്ട്. പേര് വിളിക്കുമ്പോൾ അവിടെ തനിപ്പേരല്ലാതെ വേറെ ഒരു പേര്, ഒരു സ്ഥാനവുമില്ല, മാനവുമില്ല, മഹിമയുമില്ല, ഒന്നുമില്ല. മോസ്റ്റ് റെവറൻഡ് ഒന്നുമില്ല, റെവറൻഡ് ഇല്ല, റൈറ്റ് റെവറൻഡ് ഇല്ല. അല്ലെങ്കിൽ ഈ ഇത് കഴിഞ്ഞിട്ടുള്ളൂ അവിടെ പോപ്പ് വരുന്നില്ലല്ലോ WCCയിലെ. എന്നാൽ ബാബായില്ല, ഒന്നുമില്ല. എല്ലാവരുടെയും തനിപ്പേര്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മോസ്റ്റ് റെവറൻഡ് സോ ആൻഡ് സോ, ആ സോ ആൻഡ് സോയുടെ ആ പേര് മാത്രം, അത് ഫിലിപ്പാണെങ്കിൽ ഫിലിപ്പ്, അലക്സാണ്ടർ ആണെങ്കിൽ അലക്സാണ്ടർ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഈ അധിക ആത്മാരിനകത്തില്ല. പക്ഷെങ്കിൽ ഇതുപോലെ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ ആത്മകഥാപരമായ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. മാത്രമല്ല ഞാൻ അവിടെ അങ്ങോട്ട് പോകുമ്പം ഞാൻ ഒത്തിരി പറഞ്ഞ പോലെ തന്നെ പ്രിയ വിൽസൺ പറഞ്ഞ പോലെ തന്നെ നല്ലതുപോലെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യകാല കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് WCC ആരംഭിച്ച കാലഘട്ടത്തിൽ ഈ അവിടെ വരുന്ന എല്ലാ സഭകളും തമ്മിൽ അന്യോന്യ സംസർഗമില്ല. അത് ശരിയാണ്. എന്നാൽ അന്ന് ഏതെങ്കിലും ഒരു സഭയുടെ ഓർഡർ അനുസരിച്ചിട്ട് കുർബാന നടത്തുമായിരുന്നു. താല്പര്യമുള്ളവർക്കെല്ലാം അവിടെ ഒന്നും വെച്ചുകെട്ടൊന്നുമില്ല, വേലിക്കെട്ടൊന്നുമില്ല. താല്പര്യമുള്ളവർക്കെല്ലാം ആ കുർബാനയിൽ പങ്കെടുക്കാമായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ഒരു സഭയുടെ പിടിവാശി മൂലം അതെല്ലാം മാറി. അത് കോമൺ കമ്മ്യൂണിയൻ എന്നുള്ളത് മാറി കോമൺ വർഷിപ്പായി. അവിടെയും ആ സഭ തന്നെ പിടിവാശി പിടിച്ചിട്ട് അവിടെ നിന്നില്ല. ഇപ്പം കോമൺ പ്രേയറേ ഉള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. കോമൺ കമ്മ്യൂണിനിൽ ആരംഭിച്ചതായിട്ടുള്ള ഒരു പ്രസ്ഥാനം കോമൺ വർഷിപ്പും ഒക്കാതെ വന്ന് കോമൺ പ്രയറിൽ മാത്രം വന്ന് നിൽക്കുക. അതുകൊണ്ട് WCCക്ക് പ്രസക്തിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഏറെ പ്രസക്തിയുണ്ട്. കാരണം അതവിടെ പോയി സംബന്ധിച്ച് കഴിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അത് പറയണമെങ്കിൽ ഏറെ സമയം വേണം, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഞാനീ പറഞ്ഞത്. പക്ഷെ ഇവിടെ അൽമായര് പ്രബുദ്ധരാകുകയും അൽമായര് ശരിയായി പഠിക്കുക. ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ വായിച്ച ഇതൊക്കെ മനസ്സിലാക്കിയത്, എന്നെ സംബന്ധിച്ചും ഞാൻ വായിച്ച ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പം ഈ രീതിയിൽ വളരുന്ന അൽമായരുടെ സമൂഹമായി സഭ തീരാത്തിടത്തോളം കാലം ഈ അടിച്ചുകെട്ടും ഈ വേലിക്കെട്ടും ഈ അടിച്ചമർത്തലും എല്ലാം സഭയിൽ തുടർന്നുകൊണ്ടിരിക്കും.
ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഈ തിരുമേനി സങ്കല്പം ഒട്ടും അംഗീകരിക്കുന്ന ആളല്ല. കാരണം സഭ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണെങ്കിൽ അവിടെ തിരുമേനിയും ഇല്ല ഇമേനിയും ഇല്ല, അവിടെ വിശ്വാസികളെ ഉള്ള. എന്നാൽ വേർതിരിപ്പിക്കപ്പെട്ടതായ മിനിസ്ട്രി ഉണ്ട്, പട്ടക്കാരുടെ മിനിസ്ട്രി ഉണ്ട്. പക്ഷെ പട്ടക്കാരുടെ മിനിസ്ട്രി പോലെ തന്നെ അൽമായർക്കും മിനിസ്ട്രി ഉണ്ട്. അൽമായരുടെ മിനിസ്ട്രി കുറവോ പട്ടക്കാരുടെ മിനിസ്ട്രി കൂടുതലോ അല്ല. അപ്പം ഇവിടെ 91 ഞാൻ മാർത്തോമാ സ്റ്റുഡൻസ് കൗൺസിൽ നടത്തിയപ്പോൾ അവിടെ ഈ മീറ്റ് ബിഷപ്പ് വിത്ത് യുവർ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഒന്നും കാണുകയില്ല. ഞാനത് പ്രത്യേകിച്ച് അത് പ്ലാൻ ചെയ്തു. ആ പങ്കെടുത്തവരുടെ ഒക്കെ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ്, നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്, ഒരു സ്നേഹിതൻ എഴുതിയിട്ടു, മെത്രാച്ചന്മാരെ തിരുമേനി എന്ന് വിളിക്കുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ ആ ചോദ്യം പരിശോധിച്ചപ്പം ഞാൻ ചിന്തിച്ചു, ഇത് അലക്സാണ്ടർ മാർത്തോമായുടെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ ചിലപ്പം ബാക്കിയുള്ള കൊച്ചു മെത്രാച്ചന്മാര് ഉഴപ്പി വിടും. അതുകൊണ്ട് അലക്സാണ്ടർ മാർത്തോമായുടെ കയ്യിൽ തന്നെ കൊടുത്തു. അദ്ദേഹം വളരെ വ്യക്തമായിട്ടും പറഞ്ഞു, ഇത് അൽമായര് മാറാത്തിടത്തോളം കാലം ഞങ്ങളാരും പറയാറില്ല ഞങ്ങളെ തിരുമേനി എന്ന് വിളിക്കണമെന്ന്. പ്രത്യേകിച്ചും യോഹന്നാൻ മാർത്തോമയുടെ കാലത്ത് ഒരു മാറ്റം, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായതാണ്. പക്ഷേ യോഹന്നാൻ മാർത്തോമ കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദാഹരണം ഞാൻ പറയാം, നിങ്ങളുടെ പ്രസിഡന്റ് A.B. ഇട്ടി സാറ് ഞങ്ങളെ ആരെയും തിരുമേനി എന്ന് വിളിക്കുന്നില്ല. അദ്ദേഹമായി ഈ കോൺഫറൻസിന്റെ പ്രസിഡന്റ്. ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ തന്നെ അവസാനിപ്പീര്. പക്ഷെങ്കിൽ ഇപ്പൊ അടുത്തിടയിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഈ ഇതുപോലുള്ള വേദികളിലൊക്കെ ചർച്ച വന്ന് ഈ ഭരിക്കുന്ന എന്നുള്ള ഒരു പദമുണ്ട് നമ്മളുടെ പ്രാർത്ഥനകളുണ്ട്, കുർബാനക്രമത്തിലെ പ്രാർത്ഥന. ഭരിക്കുന്ന, ഇപ്പോഴത്തെ മെത്രാപ്പോലിത്തേക്കുള്ളത് മാറ്റിയിട്ട് നയിക്കുന്ന എന്നാക്കണമെന്ന്. പക്ഷെങ്കിൽ മണ്ഡലത്തിൽ ചെന്നപ്പം ജനങ്ങൾക്കത് വേണ്ട, നിങ്ങൾ ഭരിച്ചോളാൻ അവർ പറയുന്നത്. ഞാൻ കഴിഞ്ഞിടയിൽ ഇത് ഞാൻ അറിഞ്ഞില്ല, മണ്ഡലത്തിൽ നടന്ന കാര്യമായതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു പ്രപ്പോസലൊക്കെ വന്നായിട്ട് എനിക്കറിയാം, അത് എന്തുവായി, അത് മുന്നോട്ട് എന്റെ സാറേ, അദ്ദേഹത്തിനോട് പറഞ്ഞ എന്റെ സാറേ അതിന് മണ്ഡലം അനുമതി തന്നില്ല, എന്ത് ചെയ്യും? ഞാൻ പറയാൻ പോലാമത്തിൽ നീട്ടി പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാം. പ്രബുദ്ധരായ അൽമായർ വളർന്നു വരാത്തിടത്തോളം കാലം സഭയിൽ കാര്യമായ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. നമ്മൾ എന്ന് മണ്ഡലത്തിലായിരിക്കും. പക്ഷെങ്കിൽ ഫിലിപ്പോസ് അച്ഛനെ പോലുള്ള പട്ടക്കാര് കൂടെ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും കാണും, അതിന് യാതൊരു സംശയവുമില്ല. നന്ദി, അച്ഛന്റെ ആ നല്ല പ്രഭാഷണത്തിന് ഏറെ നന്ദി. താങ്ക് യു ഇട്ടി സാറേ. അതിന് മറുപടിയായിട്ട് റജിഡാൻ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട്. അതെ, ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ, പീപ്പിൾ ഓഫ് ഗോഡ്, ഞാൻ അതൊന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ സാധാരണ ചർച്ച് ആസ് എ മൂവ്മെന്റ് ഓഫ് ലെയ്റ്റി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആവശ്യം, വാസ്തവത്തില് ഈ സഭയ്ക്ക് ചർച്ചകളൊക്കെ വരുമ്പോൾ ഈ ജനങ്ങളുടെ ആവശ്യം എന്താണ്, ജനങ്ങളുടെ സങ്കടങ്ങൾ എന്താണ്, ഇപ്പം വിവാഹവുമായി ബന്ധപ്പെട്ട് അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയണം. ഇതൊന്നും അല്ല, ഇത് ഒരു പിന്നെ ഒരേ ഗോത്രത്തിൽ നിന്നുള്ളവര് അല്ലെങ്കിൽ ഒരേ ഇതായിട്ടുള്ള ആൾക്കാര് വിവാഹം കഴിക്കുന്നതിന് ഈ സഭകൾ എന്തുമാത്രം തടസ്സം നിൽക്കും. അല്ലെങ്കിൽ അവര് പറയുന്നത്, ഇപ്പം കേരളത്തിൽ അടുത്ത സമയത്ത് ഒരു സഭയിൽ പറയാം, നമ്മള് ഭദ്രാസനമല്ല, 2 സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം പോലും ആലോചിക്കണം. അപ്പൊ ഈ വാസ്തവത്തിൽ ഇത് ആരുടെ, ഈ സഭകൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഇത് ആരുടെ ഒരു നിലപാടുകളാണ്, ആരുടെ കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്? ഇത് എനിക്ക് തോന്നുന്നു ഈ ടി വി ഫിലിപ്പ് സാറിന്റെ ഇതൊക്കെ മലയാളത്തിൽ പ്രിന്റ് ചെയ്ത് നമ്മൾ ഇത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായില്ലെങ്കിലും കുറച്ചു പേരെങ്കിലും ഇതൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരാൾ അതിനെ വളരെ ഗൗരവമായി കണ്ടിട്ട് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി പ്രകാരം സഭകളെല്ലാം കൂടെ ഐക്യമാവുമെന്ന് ഒന്നുമുള്ളതല്ല.
പക്ഷെ അദ്ദേഹത്തിന്റെ കൺസേൺ, അദ്ദേഹം പ്രധാന പോയിന്റിലേക്കാണ് അദ്ദേഹം പറയുന്നത്, ഇത് ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഈ വാസ്തവത്തിൽ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 90% ദളിത് ആൾക്കാരാണ് ഇന്ത്യൻ സഭയിലുള്ള. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ആർക്കാ ഇവിടുത്തെ ചുമതലകളൊക്കെ കിട്ടുക, ആരാണ് പിന്നെ ഇതിന്റെ ചുമതല സ്ഥാനങ്ങളിലൊക്കെ വരുന്നത്? അപ്പൊ അദ്ദേഹം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അടുത്ത സമയത്തെ കണക്കൊന്നും അല്ലല്ലോ, അദ്ദേഹം അന്നേ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അതിന് ഒരു സഭ ഓരോ കാര്യങ്ങളിലുള്ളത്. ഓക്കെ, ഇതാണ് എനിക്ക് അതിനോട് എനിക്കിത് പറയാനായിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഓഡിയൻസില് പല പ്രമുഖ വ്യക്തികളും ഉണ്ട്. പ്രത്യേകിച്ച് TV ഫിലിപ്പ് സാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ, ഈ റെജിഡാൻ അച്ഛനോടുള്ള ഇഷ്ടമേ, ഇതൊക്കെ ആയിരിക്കാം പല സമൂഹത്തിലെ നല്ല ഉന്നതരായ പലരും വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വ്യക്തിയെ പറ്റി എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വെബിനാർ ആരംഭിച്ച ആദ്യത്തെ 5 വെബിനാറിൽ ഒരു ഗസ്റ്റായിട്ട് നമ്മൾ ക്ഷണിച്ച ഒരു വ്യക്തി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. നമ്മള് 2020 ജൂലൈ മാസം എൻഡിലാണ് ഈ വെബിനാർ ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് മാസം നമ്മുടെ വെബിനാറിൽ വന്ന വിഷയം അവതരിപ്പിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷിബി പീറ്റർ സാറ്. സാർ ഇപ്പൊ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിനെ ഇവിടെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സാറ് 2 വാക്ക് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ആ തുടക്കകാലത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തന്ന വ്യക്തിയാണ് സാറ്. NCCIയിലൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്നും ഒരു സഭകളുടെ എക്യുമെനിക്കൽ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ തന്നെ പുരോഗമന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഷിബി പീറ്റർ സാർ 2 വാക്ക് പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് ആദരണീയനായ രജി അച്ഛന്റെ അവതരണത്തോട് അതിയായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ ഈ വിൽസൺ സാറ് ചടങ്ങിന്റെ ഒരു സ്വാഭാവികത അനുസരിച്ച് പ്രമുഖൻ എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന പകുതിയിലധികം ഇപ്പം AVT സാർ അടക്കമുള്ള എൻ്റെ ഗുരുസ്ഥാനീയരാണ്. അവരുടെയൊക്കെ എന്താ പറയുക, ഒരു ചെറുമകന്റെ പ്രായം മാത്രമുള്ള അവരുടെയൊക്കെ ദർശനങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഒരു താരതമ്യേന പുതിയ തലമുറയിലെ ഒരാളാണ് ഞാൻ. എന്നെ ക്ഷണിച്ചതിന് നന്ദി. വാസ്തവത്തില് ഇന്ന് സഭയെ വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുന്ന, ആഴത്തിൽ അന്വേഷിക്കുന്ന ആൾക്കാര് അവരുടെ അന്വേഷണങ്ങൾക്ക് ഊർജം അന്വേഷിക്കുന്നത് ചരിത്രത്തിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ മിഷൻ ചരിത്രത്തിൽ നിന്നും. അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് രജി അച്ഛൻ്റെ എഴുത്തുകളിലൂടെയൊക്കെ പരിചയമുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ അച്ഛനെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ചരിത്രത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ എടുക്കുമ്പോൾ വാസ്തവത്തിൽ ഒരാളുടെ, ഒരു ദൈവശാസ്ത്രജ്ഞന്റെ, ഒരു സഭാവിശ്വാസിയുടെ ആഴത്തിലുള്ള അന്വേഷണത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. ഞാനും വാസ്തവത്തിൽ നമ്മുടെ ഡോക്ടർ അത്യാൽ സാറിന്റെ പുസ്തകത്തിലൂടെയാണ് കൂടുതലായിട്ട് TV ഫിലിപ്പ് സാറിനെ പറ്റി വളരെ ചെറുപ്പത്തിൽ SCM പോലെയുള്ള സമയത്ത് അദ്ദേഹത്തെ പറ്റി കേൾക്കുകയും ചില ചരിത്രപരമായ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അല്പം കൂടി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ അടയാളപ്പെടുത്തിയത് സമീപകാലത്ത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ്. ആമുഖമായിട്ട് ഒരു ചെറിയ ഒരു കാര്യവും പിന്നീട് ഒരു ചോദ്യവും കൂടെ എനിക്കുണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മർത്തോമ സഭയെ സംബന്ധിച്ച് അതിനെ പുറത്തു നിന്ന് ഒരു പുതിയ തലമുറയിൽ നിന്ന് മർത്തോമ സഭയെ നമ്മൾ അച്ഛൻ അവതരിപ്പിച്ചതുപോലെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക. കാരണം ഓരോ ഓറിയന്റേഷനാണ്. ഞാൻ പ്രത്യേകിച്ച് CSIയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷെ പലപ്പോഴും സഭാചരിത്രത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു മിസിയോളജിയുടെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് വരാറുണ്ട്. പിന്നെ മർത്തോമ സഭയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മിതമായ ഒരു ചെറിയ പരിമിതമായ വായനയ്ക്കുള്ളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, അതിൽ മിക്കവാറും ആൾക്കാർ ആത്മായരാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സമീപകാലത്ത് എൻ്റെ അന്വേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള KK കുരുവിള സാറ്, ഡോക്ടർ MM തോമസ്, TV ഫിലിപ്പ് സാറ്, മത്തായി സക്കറിയ, അങ്ങനെ നിരവധി വളരെ ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള പണ്ഡിതർ. വാസ്തവത്തിൽ ഞാൻ ഇതിനകത്ത് ആത്മായർ പുരോഹിതർ എന്നുള്ള വിഭജനം കൊണ്ടുവരുന്നില്ല. ഇതൊക്കെ ഡിഫറൻസസ് ആയിട്ടേ കാണുന്നുള്ളൂ.
എന്നാൽ അതിൽ ഏറ്റവും അധികം തെളിമയോടുകൂടി ഒരുപക്ഷെ ആത്മാർക്ക് അത് സാധിച്ചത് ഒരുപക്ഷെ അവർക്ക് ഹൈറാർക്കിയുടെയോ മറ്റ് നിയന്ത്രണങ്ങൾ ഇല്ലാത്തതായിരിക്കാം. ഉദാഹരണത്തിന് കെ കുരുവിള സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സാമൂഹ്യ നവോത്ഥാന നായകനെന്ന് അടയാളപ്പെടുത്തേണ്ട കെ കുരുവിള സാറ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള സമയത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വേണ്ട വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. പിന്നീട് നമുക്കറിയാവുന്നതും ഇപ്പം അത്യാൽ സാറിന് തന്നെ ബുക്കിൽ പറയുന്ന പ്രയോഗം വിശ്വ പൗരൻ എന്ന നിലയിൽ നമ്മൾ കൂടുതലും മനസ്സിലാക്കുകയും ഒരുപക്ഷെ സമകാലിക ഡിസ്കോഴ്സിലൊക്കെ നിൽക്കുകയും ചെയ്യുന്ന ഡോക്ടർ എം തോമസ് ആണ്. പക്ഷെ എനിക്ക് അതിനോടെല്ലാം വിമർശനാത്മകമായ സമീപനമുണ്ട്. ഡോക്ടർ എം തോമസും ഒരുപക്ഷെ മത്തായി സക്രിയയും ഒരുപക്ഷെ നമ്മുടെ ഒരു 40കൾക്ക് ശേഷം 50കൾക്ക് ശേഷമുള്ള തത്വചിന്തകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളുടെയൊക്കെ ഒരു ധാരയിൽ ഒരുമിച്ച് വരുമെങ്കിൽ വാസ്തവത്തിൽ ടി.വി. ഫിലിപ്പ് സാറിനെ ഞാൻ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നത് കെ കുരുവിള സാറുമായിട്ടാണ്. കാരണം ഇവർ രണ്ടുപേരും അവരുടെ ദൈവശാസ്ത്ര അല്ലെങ്കിൽ മിസിയോളജിയുടെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തെയാണ്. അതിനെ എന്റെ ചോദ്യത്തിൽ അതിനെ ഉന്നയിക്കാനായിട്ട് അച്ഛനോട് ശ്രമിക്കുന്നതും അത് തന്നെയാണ്. ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ ടി.വി. ഫിലിപ്പ് സാറിന്റെ പൊസിഷൻ, എക്യുമെനിസത്തിന്റെ പൊസിഷൻ ജനീവ സെന്റേഡ് അല്ല, അതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇന്ത്യയുടെ ഒരു എക്യുമിനിസം അല്ലെങ്കിൽ മിഷൻ അദ്ദേഹം നമ്മുടെ അന്നത്തെ വളരെ പ്രചാരമായിരുന്ന ഹാർവസ്റ്റ് ഫീൽഡ്, വയൽ പ്രദേശം ഇന്ത്യയുടെ തന്നെ ഒരു ഏഷ്യൻ അനുഭവത്തിൽ സ്വയം രൂപപ്പെട്ടതാണെന്നുള്ള ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വിമർശനാത്മകമായിട്ട് ഇന്നത്തെ കാലത്ത് പരിശോധിക്കേണ്ടതാണ്. അപ്പം വളരെ മൗലികമായ ഏഷ്യയുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു മിസിയോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഒരു എക്യുമെനിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ടി.വി. ഫിലിപ്പ് സാറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡോക്ടർ എം തോമസിനെ പോലെ തന്നെ അദ്ദേഹം ദൈവശാസ്ത്ര ഗ്രന്ഥാവലികൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അത്രയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ധാരയിൽ ഒരുപക്ഷെ പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സഭകളുടെ കോണ്ടെക്സ്റ്റിൽ ഈ ഒരു ദേശീയ ധാരയിൽ നമ്മൾ ഇത് പറയുമ്പോൾ ഈ ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. എന്നിരുന്നാലും മുൻപത്തെ അർത്ഥത്തിലും ഇന്നത്തെ അർത്ഥത്തിലും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അതിന് ജഡമായി തീർന്നതിന് ഉള്ള ഒരു പ്രയോഗത്തിൽ നേരിട്ടിടപെട്ട ആളാണ് കെ കുരുവിള സാറെങ്കിൽ അതിന്റെ ദർശനങ്ങളെ പിൽക്കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ടി.വി. ഫിലിപ്പ് സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സഭയായി, ക്രൈസ്തവ സഭയായി, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികൾക്ക് ഒരു ഔഷധമായിട്ട് ഇവരുടെ എല്ലാം ദർശനങ്ങളും ജീവിതങ്ങളും മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ രജിയച്ചനെ പ്രത്യേകമായിട്ട് അതിനകത്ത് അഭിനന്ദിക്കുന്നത്. കാരണം ആഴത്തിൽ ഈ പ്രതിസന്ധികൾക്ക് മറുമരുന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് ചരിത്രത്തിലെ ഇത്തരം വ്യക്തിത്വങ്ങളെ വീണ്ടും വീണ്ടും അടയാളപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഞാൻ നമ്മുടെ ഒരു ലാക്കായിട്ട് കാണുന്നത് വാസ്തവത്തിൽ ഇത് യങ് ജനറേഷൻ, ഞാൻ ഉൾപ്പെടെയുള്ള അതിന് താഴെയുള്ള സൺഡേ സ്കൂൾ ലെവലിലുള്ള യങ് ജനറേഷൻസ് ഇത്തരം ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് കേൾക്കണം. ഇത്രയും ഇവരുടെ ജീവചരിത്ര കുറിപ്പുകൾ പല നിലയിലുള്ള സൺഡേ സ്കൂളിനും യുവജനങ്ങൾക്കും കൂടുതൽ വായനകളിലേക്കും പ്രചോദനത്തിലോട്ടും പോകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഞാൻ അത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ട് അച്ഛനോട് ചോദിക്കുന്നത്, ഈ ക്രിസ്ത്യൻ മിഷൻ, പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷന്റെ സമയത്ത് പല തരത്തിലുള്ള ഇത് വന്നിട്ടുണ്ട്. ഇപ്പം ടി.വി. ഫിലിപ്പ് സാറിന്റെ തന്നെ ആർട്ടിക്കുലേഷനകത്ത് അദ്ദേഹം ബ്രഹ്മസമാജ്, ക്രിസ്തോ സമാജ്, അല്ലെങ്കിൽ പളനി ആണ്ടിയെ പോലെയുള്ള ആളുകളുടെ ഇന്ത്യൻ നാഷണൽ ചർച്ച്, ഇതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഗൗരവമായിട്ട് പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഈ അന്വേഷണം ഒരിക്കലും അതിർത്തി കടന്ന് യുഗത്തോട്ട് കയറിയിട്ടില്ല. അതായത് സഭകളുടെ ഐക്യം അല്ലെങ്കിൽ വിശ്വാസ സമുദായങ്ങളുടെ ഐക്യം എന്ന് യൂണിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിന് കേരളത്തിൽ പശ്ചിമഘട്ടത്തിന് ഇപ്പുറത്തോട്ട് നമ്മൾ പ്രവേശനം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ട്രഡീഷണൽ ഐഡന്റിറ്റീസിൽ, പലതരത്തിലുള്ള ബൈനറീസിലാണ് ഇപ്പോഴും നമ്മുടെ ചർച്ചിന്റെ ഐഡന്റിറ്റീസ് നിലനിൽക്കുന്നത്. വാസ്തവത്തിൽ ടി.വി. ഫിലിപ്പ് സാറിന്റെ പ്രസക്തിയും അത് തന്നെയാണ്. നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ ഹെജിമോണിക്കലായിട്ടുള്ള ഐഡന്റിറ്റീസിലല്ല സഭ നിലനിൽക്കുന്നതെന്നും പാരമ്പര്യത്തിലല്ലെന്നും
മറിച്ച് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകളിൽ ആ വ്യത്യസ്തതകളുടെ യൂണിറ്റിയാണ് സഭയുടെ ഐക്യമായിട്ട് മാറണമെന്നുള്ള പൊസിഷനാണ് ടി.വി. ഫിലിപ്പ് സാറിന്റെ എഴുത്തുകളിൽ നമുക്ക് ക്രിട്ടിക്കലായിട്ട് കാണത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ യൂണിറ്റിയെ സംബന്ധിച്ചും സഭയുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചും പറയുമ്പോഴും ഈ നമ്മുടെ കേരളത്തിനകത്ത് ഞാനത് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ പറയുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കെ ഗുരുവാള സാറിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു മാർത്തോമ തീത്തൂസ് രണ്ടാമന്റെ സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് സാക്ഷാൽ ജോൺ ആർ മോട്ടുമായിട്ടും ബന്ധപ്പെടുത്തി നമ്മുടെ ഇവിടുത്തെ ആംഗ്ലിക്കൻ സഭയും സിറിയൻ സഭകളും എല്ലാം ചേർന്ന് ജോൺ ആർ മോട്ട് 1912 കൽക്കട്ടയിൽ വലിയൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അതിനുശേഷം സഭകളുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലും പ്രവർത്തിച്ച ആളാണ് കെ ഗുരുവാള സാർ. ഏകദേശം 1916 അന്ന് ആംഗ്ലിക്കൻ ബിഷപ്പ് ഗില്ല് ഇരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ കോട്ടയത്ത് വലിയൊരു സമ്മേളനം തന്നെ സഭകളുടെ സംഘടിപ്പിച്ചു. അപ്പൊ അതാണ് ഒരുപക്ഷെ ആധുനിക കാലത്തെ എഡിൻബർഗിന് തൊട്ട് ശേഷം വരുന്ന വലിയൊരു ചർച്ച് യൂണിറ്റി. എഡിൻബർഗിന് മുമ്പ് തന്നെ അത് തുടങ്ങുകയും ചെയ്തു കെ ചാണ്ടി സാറൊക്കെ. പക്ഷെ അത് ഒരിക്കൽ പോലും മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. CCI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വേലത്തരങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. അതിനെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. എന്നാൽ ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ കാലഘട്ടത്തിലെ ഭിന്ന സമുദായങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള വിശ്വാസ അന്വേഷണങ്ങൾക്ക് ഒരു ഐക്യരൂപം നൽകാനായിട്ട് എന്താണ് തടസ്സം? ആ തടസ്സം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സമുദായങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സഭകളുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് ടി.വി. ഫിലിപ്പ് സാറിന്റെ പൊസിഷനും തെറ്റിദ്ധാരണാജനകമായിട്ട് മാറാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് കൺവേർഷൻ നടന്ന സമയത്ത്, കൺവേർഷൻ അല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ആദ്യമേ അതിനെ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് അന്നത്തെ എലീറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളാണല്ലോ. പക്ഷെ മാസ് മൂവ്മെന്റുകൾ, ജനങ്ങളുടെ മാസ് മൂവ്മെന്റുകൾ, ഇപ്പൊ ബിഷപ്പ് അസറിയുടെ ഒക്കെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഒരുപാട് സാമൂഹ്യ വ്യവസ്ഥയിൽ പിന്നോക്കം നിരുന്ന ആളുകൾ അവരുടെ സോഷ്യൽ ഇമാൻസിപ്പേഷനെയും മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ മതം സ്വീകരിക്കുകയും അത് മിഷൻ പ്രസ്ഥാനങ്ങളായും പിന്നീട് മിഷൻ ചർച്ചകളായിട്ട് മാറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ആ ഒരു കോണ്ടെസ്റ്റിൽ ടി.വി. ഫിലിപ്പ് സാറിന്റെ ചിന്തകളെ അല്പം കൂടെ വിമർശനാത്മകമായി കൂടെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണേണ്ടതില്ലേ എന്നുള്ള ഒരു സംശയം, അത് എൻ്റെ ഒരു സംശയം മാത്രമാണ്. ആ ഒരു കാര്യത്തിൽ അച്ഛന് അല്പം കൂടെ ഞങ്ങളെ ജാഗ്രതപ്പെടുത്തുമെന്ന് കരുതുന്നു. നന്ദി. നമ്മുടെ സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആ വിധത്തിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളല്ല പരിഗണിക്കുന്നതെന്ന് അത് ടി. ഫിലിപ്പ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചപ്പം പറഞ്ഞു, ഈ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റി ഇതിനകത്ത് പ്രവേശിച്ചു. അവര് കൂടുതലും ഉപനിഷത്തിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് തിയോളജിക്കലി, അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചകളും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ തിയോളജിയിൽ അതിന്റെ റിഫ്ലക്ഷൻ വന്നതെന്നുള്ളത്. എന്നാൽ ഈ മണ്ണുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്നുള്ള ആ വാചകത്തിന് ഈ ഒരു ഷിബി ഉന്നയിച്ച ആ ഒരു ആ ചോദ്യമാണ് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളത്. ഷിബി അത് അത്രയും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഈ മണ്ണിന്റെ പ്രത്യേകത എന്താണ്, ഭാരതത്തിലെ സഭകളുടെ അംഗസംഖ്യയിലെ എന്ത് പ്രത്യേകതയാണുള്ളത്, ആരൊക്കെ തമ്മിലാണ്, അല്ലെങ്കിൽ ആർക്കാണ് വോയിസ് ഉള്ളത് എന്നുള്ളത് ഈ പ്രത്യേകിച്ചും ടി. ഫിലിപ്പ് സാറ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് നോക്കാൻ എനിക്ക് അതിനെപ്പറ്റി അത്രയും പറയാൻ എനിക്ക് ഷിബി അറിയത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ട്രെയിൻഡ് അല്ല. ഞാനും ഇതിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇത്രയും പോയിന്റുകളൊക്കെ എനിക്ക് വളരെ എന്നെ ചലഞ്ച് ചെയ്യുന്നതാണ്. ഈ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. എനിക്ക് ഇങ്ങനെ തിരിച്ചു പറയാനുള്ളത് അറിയത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രയാസം. അടുത്തത് ബെഞ്ചമിൻ നെല്ലിക്കാലയാണ് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറും
യേശുദാസ് സത്യാൽ സാറും കൂടെ സംസാരിക്കണമെന്ന് ഞാൻ നേരത്തെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ബെഞ്ചമിൻ നെല്ലിക്കല സാറിന് സംസാരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാൻ ആമുഖമായിട്ടൊന്ന് ഒരു കാര്യം പറയട്ടെ. വിൽസൺ സാറ് ഇവിടെ സ്വാഗതം ചെയ്ത സമയത്ത് റെജി ഡാനച്ചൻ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയ ഒന്ന് രണ്ട് പുസ്തകങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ലളിതം എന്നൊരു പുസ്തകം അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതും CSS ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ പ്രചോദനമേകുന്ന മിഷണറി ബാല്യങ്ങൾ, ഇന്നത്തെ സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ വ്യക്തിത്വങ്ങൾ ആ പുസ്തകത്തിനകത്ത് ഉണ്ട്. അവരുടെയൊക്കെ ചെറിയ പ്രായത്തിൽ അവർക്ക് ലഭിച്ച പ്രചോദനങ്ങൾ എത്രമാത്രം അവരുടെ ഭാവി ജീവിതത്തെ മോൾഡ് ചെയ്യുന്നതിൽ സഹായിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് പ്രചോദനമേകുന്ന മിഷണറി ബാല്യങ്ങൾ. പിന്നെ ക്രിസ്തുഭാവത്തിലേക്ക് ഒരു പ്രയാണം, ഓർമ്മകൾ പൂക്കുന്ന വഴിയിലൂടെ തുടങ്ങി പല പുസ്തകങ്ങൾ അച്ഛൻ എഡിറ്റ് ചെയ്തതായിട്ടും ഉണ്ട്. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. TV ഫിലിപ്പ് സാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ സമയത്ത് ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള വിഷയം ആ വിധത്തിൽ ചർച്ച് ഹിസ്റ്ററി എന്നുള്ളത് മാറ്റി ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തെ കുറിച്ച് ആ വിധത്തിൽ ആ വിഷയത്തിന്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകളെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ. മനു എസ് പിള്ളയുടെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് കണ്ട ഒരു സംഗതി, നമ്മള് ചരിത്രം കേൾക്കുന്നത് മൊത്തം അതുപോലെ അങ്ങ് വിഴുങ്ങുകയല്ല, എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ എങ്ങനെയാകാം എന്നുള്ളതിനെ കുറിച്ച് കൗണ്ടർ ആർഗ്യുമെന്റ്സ് നടത്തി നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രങ്ങളെ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്ത് ഗൗരവമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചരിത്രങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കപ്പുറമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനപ്പുറമായിട്ട് ഒത്തിരി സത്യങ്ങൾ ഉണ്ടാവാം. അതിനെയൊക്കെ ശ്രദ്ധിക്കുന്നതിന്, അത് മനസ്സിലാക്കുന്നതിന്, അത് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ഹൃദയവിശാലത കൂടെ നമുക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ TV ഫിലിപ്പ് സാറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, TV ഫിലിപ്പ് സാറ് ഒരു കോഴഞ്ചേരിക്കാരനാണ്. എന്നാൽ കോഴഞ്ചേരിയിൽ എത്ര പേർക്ക് ഇന്നത്തെ കാലത്ത് TV ഫിലിപ്പ് എന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ചോദിച്ചാൽ അറിയാം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സന്ദേഹമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രൊജക്ഷന്റെ ഒരു കാലമാണ്. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റാരെ കുറിച്ചും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത, എന്ത് വിഷയം പറഞ്ഞാലും ഞാൻ എന്ന വിഷയത്തിൽ വന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുടെ കാലത്ത് TV ഫിലിപ്പ് സാറിനെ പോലുള്ള ആളുകളെ ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ വിചാരം റെജി ഡാനച്ചനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് ഇതുപോലെയൊക്കെയുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. തളിരുകളിലും യുവദീപത്തിലും ഒക്കെ ഇത്തരത്തിൽ ഉള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന കോളങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇത് കേട്ട സമയത്ത് തോന്നിയത്. അത് ചെയ്യാൻ റെജിയച്ചന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത്തരത്തിൽ പഴയ കാലത്തെ വ്യക്തിത്വങ്ങളെ അവരുടെ ചെറിയ പ്രായത്തിലെ അനുഭവങ്ങളിൽ കൂടെയൊക്കെ കഥ പോലെ അത് പുതിയ തലമുറയ്ക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ യേശുദാസ് സത്യാൽ സാറിന്റെ ഭാര്യ പിതാവ് AC ഉമ്മനച്ചൻ CSI സഭയിലെ പ്രഗത്ഭനായ ഒരു പട്ടക്കാരനായിരുന്നല്ലോ. അദ്ദേഹം വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ ചാപ്ലിനും മറ്റുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വളരെ ലോകശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചതിനെ കുറിച്ച് ഒരിക്കൽ ഒരു ഇന്റർവ്യൂ സമയത്ത് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് അന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം സെറാംപൂരിൽ പഠിക്കാനായിട്ട് പോയ സമയത്താണ് ഗാന്ധിജിയുടെ ഒരു കത്ത് ഹരിജൻ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. ഗാന്ധിജി അതിനകത്ത് എഡിറ്റോറിയലിൽ എഴുതിയ കൂട്ടത്തിലാണ് എഴുതിയത്,
വേർ ഈസ് ക്രിസ്ത്യൻസ് എന്നായിരുന്നു ആ എഡിറ്റോറിയലിന്റെ തലക്കെട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇന്ത്യ വിഭജനം നടന്ന സമയത്ത്, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വിഭജിച്ച സമയത്ത് അഭയാർത്ഥികൾ, ഇവിടെ നിന്ന് മുസ്ലിം അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് ഓടുന്നു, അവിടെ നിന്ന് ഹിന്ദു അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഓടുന്നു. അവരെ മുറിവേറ്റവരായിട്ട്, കൈയും കാലും ഒക്കെ മുറിഞ്ഞവരൊക്കെ ആയിട്ട് വളരെ വലിയ പ്രയാസം അനുഭവിച്ച് യാത്ര ചെയ്ത സമയത്ത് ഇവർക്ക് അങ്ങോട്ട് കയറ്റിവിടാനും അവിടുന്ന് വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റിവിടാനും ഒക്കെ ആയിട്ട് ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളുടെ മധ്യത്തിൽ കുരുക്ഷേത്രയിലും ഒക്കെ ആ പ്രദേശത്ത്, ആ ബോർഡർ പ്രദേശങ്ങളില് മൈതാനങ്ങളിൽ, വിശാലമായ മൈതാനങ്ങളിൽ വലിയ ടെന്റ് ഉണ്ടാക്കി അതിനകത്താണ് പലരെയും കിടത്തിയിരുന്നത്. മുറിവേറ്റ് വന്ന ആൾക്കാരെ ശുശ്രൂഷിക്കാൻ വേണ്ടത്ര നേഴ്സസ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ഇല്ലാതെ വന്ന സമയത്ത് ഗാന്ധിജി നോക്കിയ ഉടനെ ഹിന്ദുക്കളെ ശുശ്രൂഷിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാകത്തില്ല, മുസ്ലിങ്ങളെ ശുശ്രൂഷിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാകത്തില്ല. ആ വിധത്തിലൊക്കെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ച സമയത്താണ് ഗാന്ധിജി എഴുതി ചോദിച്ചത്, വേർ ഈസ് ക്രിസ്ത്യൻസ്? 2 കാരണങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികൾ ഇറങ്ങി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, റെക്കൺസിലിയേഷൻ, അത് ക്രിസ്ത്യാനികളുടെ ഒരു ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ സംഗതി, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികളോട് വിരോധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഒരു സംഗതി പിന്നീട് അദ്ദേഹം പറഞ്ഞത്, സമാധാനം അറിയിക്കുക എന്നുള്ളത് ക്രിസ്തു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ കാരണങ്ങളാൽ ഇറങ്ങി സമൂഹത്തിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഈ ആഹ്വാനം ഉന്നയിച്ച സമയത്ത്, അന്ന് ഹരിജൻ പത്രം അധികം ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല. നമ്മുടെ യൂഹാനോൻ തിരുമേനിക്ക് ഹരിജൻ പത്രത്തിന്റെ ഒരു കോപ്പി ലഭിച്ച സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെമിനാരിയിലുള്ള സ്റ്റുഡൻസിനൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ സെറാംപൂരിലുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ ഹരിജൻ പത്രത്തിന്റെ കോപ്പി ലഭിച്ച സമയത്ത് അവരത് ചാപ്പലിൽ വായിച്ച് കേൾപ്പിച്ചിട്ട് മലയാളി സ്റ്റുഡൻസ് ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലാണ് അവരത് വായിച്ച് കേൾപ്പിച്ചിട്ട് അവരൊരു തീരുമാനം എടുത്തു, നമ്മുടെ രാജ്യം കത്തിയെരിയുന്ന സമയത്ത് നമ്മൾ ഇവിടെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. അങ്ങനെ അവര് ചെന്ന് അവരുടെ പ്രിൻസിപ്പളിനോട് ഈ കാര്യം അറിയിച്ച സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളെ നിങ്ങളുടെ സഭ വിട്ടിരിക്കുന്നത് ഇവിടെ പഠിക്കാൻ വേണ്ടിയാണ്, പഠിച്ചിട്ട് നിങ്ങൾ പോയി വൈദികരായിട്ട് നിങ്ങളുടെ സഭ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് സഭ നിങ്ങളെ വിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ് വേണ്ടത്, ഇറങ്ങി സമരത്തിനിറങ്ങുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടേ അവര് പറഞ്ഞു, ഞങ്ങള് ഇപ്പോ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യം കത്തി എരിയുന്ന സമയത്ത് ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. ഞങ്ങളെ ദൈവം വിളിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പോയി അവിടെ ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം തിരിച്ച് എപ്പോഴെങ്കിലും സമയം അവസരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങി നമ്മുടെ മാങ്ങാനം ക്രൈസ്തവ ആശ്രമത്തിൽ വന്ന് അവർക്കൊരു യാത്രയൊക്കെ ഇവിടെയുള്ള സ്നേഹിതർ നൽകി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഗാന്ധിജിയുടെ അടുത്ത് പോയി അദ്ദേഹത്തോട് ചേർന്ന് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ശുശ്രൂഷ നിർവഹിച്ചു എന്നാണ് ഞാൻ അച്ഛനിൽ നിന്ന് കേട്ടത്, AC ഉമ്മൻ അച്ഛനിൽ നിന്ന് കേട്ടത്. ഞാൻ ഇതിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഗതി, ദേശീയ പ്രസ്ഥാനത്തിലൊക്കെ ക്രൈസ്തവരുടെ സാന്നിധ്യം, ക്രൈസ്തവരുടെ പങ്കാളിത്തം വളരെ അധികം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് എത്രമാത്രം അറിയാം എന്നുള്ളത് ഇതിനെക്കുറിച്ച് സന്ദേഹമുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കഥകളൊക്കെ ഈ നമ്മുടെ പഴയകാല തലമുറയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കഥകൾ, അതൊക്കെ പുതിയ തലമുറയ്ക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ച ഒരു വലിയ സന്ദേശം TV ഫിലിപ്പ് സാറിനെ ശരിയായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നതിനുള്ള തുടക്കം കുറിക്കുന്നതിന് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ കൂടെ ലഭിച്ചു. അതിന് റെജി അച്ഛനോടും ആദരണീയനായ വിൽസൺ സാറിനോടും മറ്റേ പ്രിയപ്പെട്ടവരോടും ഒക്കെ നന്ദി അറിയിക്കുന്നു. ഈ TV ഫിലിപ്പ് സാറിനെ പോലൊക്കെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഗൗരവമായിട്ട് ചിന്തിക്കുകയും അതിന് ഒരു മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യണമെന്ന് പ്രിയപ്പെട്ട റെജി അച്ഛനോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ബെഞ്ചി സാറ്. ഇപ്പോഴേ അച്ഛൻ അതിനെപ്പറ്റി
പറയാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാം. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമുക്ക് ഇത് വായിക്കണം, അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഇത് വാസ്തവത്തില് ഇദ്ദേഹത്തിന്റെ TV ഫിലിപ്പ് സാറിന്റെ SCM ഷിബി പീറ്റർ അത് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. SCM-ന് വേണ്ടി ഒരു ബൈബിൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് കോട്ടയം സെമിനാരിയിൽ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി ഞാൻ അവിടെ UTC എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരു 10-16 പേജ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് അദ്ദേഹം എഴുതിയ ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഇന്നും അത് വളരെ പ്രസക്തമാണ്. അപ്പം പിന്നെ ഇത് ഇംഗ്ലീഷിലാണ് മിക്ക ലേഖനങ്ങളും ഒക്കെ ഉള്ളത്. മലയാളത്തിൽ അദ്ദേഹം അങ്ങനെ അധികം പിന്നെ എഴുതിയിട്ടില്ല. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് വായിക്കാൻ കിട്ടും. ഇവിടെ പിന്നെ ഇത് എനിക്ക് വീണ്ടും പറഞ്ഞു വരുമ്പോൾ സങ്കടമുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഒഴിഞ്ഞിട്ട് വേണ്ടേ വേറെ ആരെങ്കിലും പറഞ്ഞത് കേൾക്കാൻ. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നില്ലല്ലോ. ഇവിടുത്തെ സംഭാവനകളെ പറ്റി പറഞ്ഞ് അതിനിടയ്ക്ക് എങ്ങനെയാ ഇത് കഴമ്പുള്ള ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഏതായാലും തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊന്നും എന്താ പറയാ, ഓരോന്നിനുമുള്ള മറുപടി ഒന്നും പറയാൻ ഇല്ല. നമ്മള് കേട്ടിരിക്കാം, ഞാനും കേട്ടിരിക്കാം. താങ്ക് യു അച്ഛൻ. റോയ് ഫിലിപ്പ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. സാറേ, എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് കേട്ടു, മനസ്സിലാക്കി. ഫിലിപ്പ് സാറിനെ കുറിച്ച് കുറെ കൂടെ പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അച്ഛൻ നന്നായിട്ട്, റെജി അച്ഛൻ നന്നായിട്ട് ക്ലാസ്സുകൾ എടുത്തു. കൂടുതലായിട്ട് എനിക്ക് കമന്റുകളൊന്നും പറയാനില്ല. കൂടുതൽ എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു. താങ്ക് യു. യേശുദാസ് സത്യാൽ സാറ് TV ഫിലിപ്പ് സാറിനെ പറ്റി ഒരു ആർട്ടിക്കിള് എഴുതി അദ്ദേഹത്തിന്റെ ബുക്കിൽ പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ഒരു മികച്ച ഗ്രന്ഥമായിരുന്നു. ഞാൻ അതിലൂടെ തന്നെ എനിക്ക് നമ്മുടെ അൽമായ നേതൃത്വത്തിന്റെ ശക്തി ബോധ്യപ്പെട്ടു. പണ്ടുതൊട്ടേ അറിയാം, കുറെ കൂടെ ബോധ്യപ്പെടുവാൻ ആ പുസ്തകം ഉപകരിച്ചു. യേശുദാസ് സത്യാൽ സാർ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും. ഇനിയും ആർക്കെങ്കിലും സംസാരിക്കാൻ ഉള്ളവരെ ഹാൻഡ് റൈസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ യേശുദാസ് സത്യാൽ സാർ സംസാരിക്കും. വളരെ വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ്റെ റെജി ഡാൻ ജെ ഫിലിപ്പോസ് അച്ഛൻ്റെ ടോക്ക് കേൾക്കാനൊത്തത് വലിയൊരു സന്തോഷമാണ്. അച്ഛനെ എനിക്ക് അത്ര അടുത്ത് പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ളത് ഒരു ചരിത്ര ബോധമുള്ള പട്ടക്കാരനാണ്. അതുപോലെ തന്നെ ഗവേഷണ താല്പര്യമുണ്ട്. അച്ഛനൊരു വിഷയത്തെക്കുറിച്ച് താല്പര്യം എടുത്താൽ അതിനെക്കുറിച്ചുള്ള രേഖകൾ ഒക്കെ അന്വേഷിച്ച് പലയിടത്തും വന്ന് അതിപ്പം തന്നെ സഭയ്ക്കുള്ളിൽ നിന്നോ അല്ലെ ദേശീയമായിട്ടോ അന്തർദേശീയമായിട്ടോ ഒക്കെ കോണ്ടാക്ട് ചെയ്ത് ഉള്ള ആ ഒരു ഗവേഷണ താല്പര്യം അച്ഛനുണ്ട്. ചരിത്ര ബോധമുണ്ട്. അച്ഛന് സഭയിൽ നിന്ന് എന്തുമാത്രം പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഇതുപോലെ ചരിത്രബോധമുള്ള പട്ടക്കാരെ തീർച്ചയായിട്ടും സഭ അതിനുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. അതുപോലെ ഇങ്ങനെയൊരു സെഷൻ ഓർഗനൈസ് ചെയ്ത ലൈറ്റിനും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ ലൈറ്റിനോടുള്ള അഭിനന്ദനങ്ങളും ഇപ്പോൾ അറിയിക്കുന്നു. ഇപ്പോൾ സമയം വളരെ താമസിച്ചു പോയി. നമുക്ക് പലർക്കും നാളെ രാവിലെ ദേവാലയത്തിൽ പോകാനുള്ളതും അവിടുത്തെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. അതുകൊണ്ട് വളരെ വളരെ ചുരുക്കമായിട്ട് 3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, മുമ്പ് മറ്റ് ബഹുമാനപ്പെട്ട റെജി അച്ഛനും മറ്റ് കമന്റ് ചെയ്തവരും പറഞ്ഞതുപോലെ TV ഫിലിപ്പ് സാർ ഒരു ചരിത്രകാരനായിരുന്നു. എന്നാൽ അന്ന് നിലവിലിരുന്ന ചരിത്രത്തോട് കലഹിച്ചായിരുന്നു അദ്ദേഹം ചരിത്രം രേഖപ്പെടുത്തിയത്. അന്ന് നിലവിൽ ഉള്ള ചരിത്രത്തോട് കലഹിച്ച് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ശൈലി അല്ലെങ്കിൽ
പോസ്റ്റ് കൊളോണിയൽ ശൈലി തന്നെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് മിഷണറി ഹിസ്റ്റോറിയോഗ്രാഫിയോടും അതുപോലെ തന്നെ കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫിയുടെ ഒക്കെ വ്യത്യാസമായിട്ട് അതിനെക്കുറിച്ച് വളരെ വിമർശനകരമായിട്ട് സമീപിച്ച ഉള്ള ഒരു ചരിത്ര രചനയാണ് പ്രിയപ്പെട്ട TV ഫിലിപ്പ് സാറ് നടത്തിയത്. അദ്ദേഹത്തിന്റെ കൂടുതൽ പഠനങ്ങളും മിഷൻ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് WCCയുടെ CWME എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, കൗൺസിൽ ഫോർ വേൾഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം. അപ്പൊ അതിന്റെ കോൺഫറൻസുകളാണ് ഫ്രം സാന്റിയാഗോ ടു കാൻബറയോ. അങ്ങനെ ആ സമയത്തെ ചർച്ചകളെ കുറിച്ച് അദ്ദേഹം മുമ്പ് റെജിയേഷൻ പറഞ്ഞതുപോലെ അദ്ദേഹം ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ വളരെ ഗഹനമായിട്ട് സംഭാവനകൾ നൽകിയ ആളാണ് TV ഫിലിപ്പ് സാറ്. അന്ന് 2 പേരാണ് ആ കാലത്ത്, പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അതുപോലെ തന്നെ 60കൾക്ക് ശേഷം 2 വലിയ ചരിത്രകാരന്മാരെ, സഭാ ചരിത്രകാരന്മാരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒന്നൊരു കത്തോലിക്ക പുരോഹിതനായ ഫാദർ മത്തിയാസ് മുണ്ടാടൻ അച്ഛനാണ് ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വലിയ ബൃഹത് വോളിയമുകൾ എഴുതിയ. രണ്ടാമത്തെ TV ഫിലിപ്പ് സാർ. അപ്പൊ ഇവര് 2 പേരും ചർച്ച് ഹിസ്റ്ററി അസോസിയേഷന്റെ ഭാഗമായിരുന്നു. 2 പേരും കൂടെ ചേർന്നാണ് അത് ബിൽഡപ്പ് ചെയ്തത്. അങ്ങനെ ഒരു വലിയൊരു ചരിത്ര രചനയോടൊപ്പം നിലവിലുള്ള ചരിത്രത്തോട് കലഹിച്ചുകൊണ്ടുള്ള ചരിത്ര രചനയാണ് അദ്ദേഹത്തെ. ഇബി പീറ്റർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിനും അപ്പുറം നമുക്ക് പോകണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇപ്പം TV ഫിലിപ്പ് സാറിന്റെ കോൺട്രിബ്യൂഷൻസ് കഴിഞ്ഞിട്ട് ഒരു 10, 25, 30 വർഷമൊക്കെ ആയി. അപ്പം തീർച്ചയായിട്ടും ഇപ്പം അതിനുശേഷമുള്ള പ്രത്യേകിച്ച് ഒരു സബാൾട്ടൺ പെർസ്പെക്റ്റീവിലൊക്കെ ചരിത്ര രചന TV ഫിലിപ്പ് സാറ് എത്രയും നടത്തിയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആ നിലയിൽ പോകണമെന്നുണ്ട് ആദ്യമായിട്ട് പറയാനുള്ള. രണ്ടാമത് പറയാനുള്ള പല പ്രഭാഷണങ്ങളും ഇവിടെ തന്നെയല്ല പലയിടത്തും കണ്ടിട്ടുള്ള ഒരു ആത്മായ ക്ലർജി ഡിവൈഡ് അത്ര ഹെൽപ്ഫുൾ ആണോ, അത്ര നമുക്ക് ആരോഗ്യപരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഒരു ലൈറ്റി ക്ലർജി ഡിവൈഡ് ഉണ്ട്. പക്ഷെ അതിനൊരു വലിയ ശക്തീകരണം കൊടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ദൈവശാസ്ത്രപരമായിട്ട് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്നുണ്ട്. സഭയുടെ ഔദ്യോഗിക നിലപാട് അതൊക്കെ തന്നെയാണ്. എന്നാൽ സഭയെ തീർച്ചയായിട്ടും ഡിവൈഡുണ്ട്. ആ ഡിവൈഡ് ആത്മായക്കാർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന ചിന്ത ആത്മായക്കാർക്കുണ്ട്. പല പട്ടക്കാരും പാർശ്വവൽക്കരിക്കപ്പെടുന്നുവെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വലിയ ആ ഒരു ലെവലിൽ ഡൈക്കോട്ടമി ക്രിയേറ്റ് ചെയ്ത് പോകണമെന്നില്ല. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്ന അൽമായക്കാർക്ക് തീർച്ചയായിട്ടും സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് വെളിയിലോ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള സ്പേസ്, പ്രത്യേകിച്ച് മാർത്തോമാ സഭ പോലത്തെ ഒരു ഡെമോക്രാറ്റിക് സഭയുടെ മിക്കവാറും എല്ലാ സമിതികളിലും കമ്മിറ്റികളിലും ഒക്കെ ആത്മീയ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ഉപയോഗിച്ച് നമുക്ക് ഒരു കൺസ്ട്രക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ അഭികാമ്യം. അങ്ങനെ ഒരു വളരെ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ക്ലർജി ആൻഡ് ദ ലേറ്റി അധികം പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയായിരിക്കുന്നത്. മൂന്നാമത് അവസാനവും എനിക്ക് പറയാനുള്ള, ഇതിപ്പം TV ഫിലിപ്പ് സാറിന്റെ ബർത്ത് സെന്റിനറി വർഷമാണ്. അത് തന്നെ ഇപ്പം റെജിയേഷൻ ഇത്രയും താല്പര്യം എടുത്ത് ഗവേഷണം നടത്തിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. പല തലങ്ങളിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് TV ഫിലിപ്പ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഈ സെന്റിനറി വർഷത്തിലെ സ്മരിക്കേണ്ടിയാണ്. സഭയായിട്ട് തീർച്ചയായിട്ടും ചെയ്യണം. മാർത്തോമാ സഭ ചെയ്യണം. മാർത്തോമാ സഭയുടെ ജനസഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, സെമിനാരി അധ്യാപകനായിരുന്നു. ആ രീതിയിൽ സഭയുടെ ഫ്രെയിംവർക്കിനുള്ളിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. സഭയ്ക്ക് അധീനമായിട്ട് ഇപ്പം പറഞ്ഞ പോലെ ചർച്ച് ഹിസ്റ്ററി അസോസിയേഷനോ അല്ലെ സെറാംപൂർ UTC, അങ്ങനെ പല തലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ നമ്മളൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സെന്റിനറി സമ്മേളനമെങ്കിലും കേരളത്തിൽ ഒന്നും അല്ലെ ബാംഗ്ലൂരിൽ മറ്റൊന്നും ഒക്കെ ആയിട്ടൊന്നും നടത്തി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ബി പീറ്റർ പറഞ്ഞ പോലെ പോസ്റ്റ്
പോസ്റ്റ് ടി വി ഫിലിപ്പ് സാറിൻ്റെ ആ തലത്തിലെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയും അതൊക്കെ ഒരു ബുക്കായിട്ടൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ഒന്നുകൂടെ ഇവിടെ വന്നതിലും ഈ വെബിനാർ സംബന്ധിച്ചതിലും വളരെ സന്തോഷം. റെജിയച്ചൻ്റെ വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായ ടോക്ക് കേൾക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഉള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. രജിയച്ഛന് എന്തെങ്കിലും അതുമായിട്ട് ചേർന്ന് പറയാനുണ്ടോ? അല്ലെങ്കിൽ രാജു അഞ്ചേരി അച്ഛൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രജിയച്ഛനും എല്ലാം പറയാനുണ്ടോ അച്ഛ? അല്ല ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ളതല്ല, ഈ നമ്മളെ ആ വിധത്തിൽ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഒരു അവസരങ്ങളൊന്നും ഇതല്ലല്ലേ. അതുകൊണ്ട് ഈ അപ്പം മേശപ്പുറത്തു നിന്ന് വീണ് കിട്ടുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ കിട്ടി ഈ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത്. പക്ഷെ അവിടെ കോമ്പറ്റീഷന്റെ ഒരു പ്രശ്നമല്ല. ഇത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇത് നേരത്തെ തന്നെ അറിവുള്ളതാണ്. ഈ എന്തുവാ, ഇത് ഇങ്ങനെ ഒന്നും അല്ല സഭ പോകേണ്ടത്. അതാണ് അതിനകത്തെ പോയിന്റ്. സഭ എന്ന് പറയുന്നത് ഇങ്ങനെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, എം തോമസ് സാറ് ഈ ടി വി ഫിലിപ്പ് സാറിന്റെ ഈ ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചപ്പം ഈ ഹൈലൈറ്റ് ചെയ്തെടുത്ത് പറഞ്ഞ ഒരു കാര്യം, അത് ഈ മത്സരം എന്നുള്ള ഒരു പോയിന്റിലല്ല. അങ്ങോട്ട് അൽമായർ അങ്ങനെ പ്രവേശിക്കാതെ ഇരിക്കുന്നു. അല്ലെങ്കിൽ വേറൊരു കാര്യം ഇതിനകത്തുള്ളത്, ഞാൻ നേരത്തെ പ്രാരംഭത്തിലൊന്ന് സൂചിപ്പിച്ചിരുന്നു. ആർക്ക് വേണമെങ്കിലും ഈ BD പഠിക്കാം, അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കാം, മനസ്സിലാക്കാം. ഒരു വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. ഈ ഏതെങ്കിലും വിധത്തില് ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ എന്തെങ്കിലും രൂപീകരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ലതായിരിക്കും. ഞാനും എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാനും ചെയ്യാം എന്ന് സാറാണ് അതിനെക്കുറിച്ച് പഠിച്ച് നേരത്തെ തന്നെ എഴുതിയത്. താങ്ക് യു. താങ്ക് യു അച്ഛൻ. രാജു അഞ്ചേരി അച്ഛൻ സംസാരിക്കാം. റെജി ഡാനച്ചൻ വളരെ മനോഹരമായിട്ട് ടി വി ഫിലിപ്പ് സാറിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. വിസ്മൃതിയിലാണ്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആരും ഓർക്കുന്നില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാറുമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 74-ലാണോ 75-ലാണോ എന്ന് എനിക്ക് കൃത്യം വർഷം ഓർമ്മയില്ല. കേരളത്തിലെ ഒരു യങ് ക്ലർജി കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ CASRS സംഘടിപ്പിക്കുമായിരുന്നു. ഞാനന്ന് തിയോളജി പഠിക്കാൻ പോയിട്ട് പോലും ഇല്ലാത്തൊരു സമയമാണെങ്കിലും ഈ കോൺഫറൻസ് സംഘാടനത്തിൽ TM ഫിലിപ്പ് അച്ഛനുമായിട്ട് ചേർന്ന് ഞാനത് ചെയ്യുമായിരുന്നതുകൊണ്ട് അങ്ങനെ ഷൊർണൂർ വെച്ച് നടന്ന ക്യാമ്പിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം CSI മാർത്തോമ ഓർത്തഡോക്സ് സഭകളിൽ നിന്നായിട്ട് 40ഓളം വൈദികർ പങ്കെടുത്ത മീറ്റിങ്ങിൽ TV ഫിലിപ്പ് സാറ് 2 ബൈബിൾ സ്റ്റഡീസ് തന്നെ വളരെ സംഗതമായിട്ടുള്ള വിധത്തിൽ അതെടുത്തത് ഞാൻ ഓർക്കുന്നു. സാറ് ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ പഠിപ്പിക്കുകയും ചരിത്രത്തിലെ ഗവേഷണ തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തെങ്കിലും സാറിന് അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു സ്റ്റാറ്റസ് നമ്മുടെ സഭയ്ക്കുള്ളിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് ക്ലർജിയിലെ ലീഡർഷിപ്പ് തമ്മിലുള്ള സംഘർഷം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യന് കിട്ടേണ്ട ഒരു ആളത്വത്തിൻ്റെ ബഹുമാനവും അംഗീകാരവും ഉണ്ടല്ലോ, അത് സഭയ്ക്കുള്ളിൽ ഫിലിപ്പ് സാറിന് ലഭിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇനിയാണെങ്കിലും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന, അദ്ദേഹത്തോട് ചേർന്ന് ത്തിൻ്റെ ഓർമ്മകളെ നിലനിർത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അഭിനന്ദനകരമായ കാര്യമാണ്. യേശുദാസത്തിന് സാധിക്കും, റെജി ഡാനച്ചന് സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു അച്ഛൻ. ഇപ്പൊ ആരും ഇനിയും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ആരുമില്ലെന്ന് ഞാൻ കരുതുന്നു. ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ഉണ്ട്, അതിനകത്ത് പറയാം. നമ്മുടെ സമയം 3-4 മിനിറ്റ് കൂടെ നമുക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അവസരം തരുന്നത്. പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ഓക്കെ,
ഇപ്പോഴേ ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. അതിനുശേഷം സുനിൽ അച്ഛൻ പ്രാർത്ഥിച്ച് രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴേ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാറ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതാണ്. ലൈറ്റർ ടു ലൈറ്റിന്റെ അഡ്മിൻ ആണ് അദ്ദേഹം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ കൂട്ടായ്മയുടെ 237 വെബിനാറ് തുടർച്ചയായി നടത്തുവാൻ ലഭിച്ച ദൈവനാമത്തിന് ദൈവകൃപയ്ക്കായിട്ട് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ സഭയിലെ പ്രമുഖനായ ഒരു ആത്മീയ പോരാളിയെ പരിചയപ്പെടുവാൻ സാധിച്ചു. ഡോക്ടർ TV ഫിലിപ്പ് സാറിനെ കുറിച്ച് സംസാരിച്ച് അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി തന്ന, കൂടുതൽ ആൾക്കാർക്കും പരിചയപ്പെടുത്തി തന്ന, അറിയാവുന്ന ആൾക്കാർ വേറെ ഉണ്ടായിരുന്നല്ലോ. റജി ഡാൻ അച്ഛന് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. തുടർച്ചയായി 237 വെബിനാറുകൾ സംഘടിപ്പിക്കുക എന്ന ദുർഘടമായ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിൽസൺ സാർ, അദ്ദേഹം ഇന്നത്തെ നമ്മളുടെ മീറ്റിങ്ങിൻ്റെ മോഡറേറ്റർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ ചോദ്യോത്തര വേള എന്ന് വിൽസൺ സാർ പറഞ്ഞെങ്കിലും ഇതൊരു ചോദ്യോത്തര വേളയല്ലായിരുന്നു. തങ്ങളുടെ അറിവുകൾ കൊണ്ട്, അഭിപ്രായങ്ങൾ കൊണ്ട് TV ഫിലിപ്പ് സാറിനെ കുറിച്ചും അദ്ദേഹം നിർവഹിച്ച ആ ഒരു പ്രത്യേക മിനിസ്ട്രിയെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിവുകൾ തന്ന ഇട്ട് സാറ്, മിസ്റ്റർ ഷിബി പീറ്റർ, മിസ്റ്റർ ബെഞ്ചമിൻ നെല്ലിക്കാല, യേശുദാസ് അത്യാൽ സാറ്, രാജു അഞ്ചേരി അച്ഛൻ, റോയ് ഫിലിപ്പ് സാറ് കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ലെങ്കിലും അദ്ദേഹം ഇവർക്കെല്ലാമുള്ള നന്ദി ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിങ്ങിൽ നമ്മൾ തുടങ്ങാൻ നേരത്തെ മനോഹരമായിട്ട് പാട്ട് പാടിയ ജിഷ ജോയ്, നമുക്ക് വിൽസൺ സാറ് പറഞ്ഞ പോലെ വളരെ അർത്ഥപൂർണമായ പ്രാർത്ഥന നിർവഹിച്ച ജോയ് സിയോനിൽ സാറ്, പിന്നെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ശ്രീ ജോസ് മാത്യു നെരൂൾ എന്നിവരോടുള്ള നന്ദിയും ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ അറിയിക്കട്ടെ. പിന്നെ ആദ്യോടന്തം ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ഈ മീറ്റിംഗ് ശ്രദ്ധാപൂർവം കേൾക്കുകയും അറിവുകൾ സമ്പാദിക്കുകയും ഈ മീറ്റിങ്ങിനെ അനുഗ്രഹപ്രദമാക്കുകയും ചെയ്ത നിങ്ങൾ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള നന്ദി ഈ കൂട്ടായ്മയുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കലാകാലങ്ങളിൽ സഭയെ നയിക്കുവാൻ തക്കവണ്ണം, ചരിത്രത്തെ ശരിയായ ഗതിയിലേക്ക് തിരിച്ചുവിടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹീതരായ നേതാക്കളെ നൽകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. TV ഫിലിപ്പ് സാറിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാറിലൂടെ ലോക സഭയ്ക്ക്, പ്രത്യേകിച്ച് കർത്താവ് കേരളത്തിലെ സഭയ്ക്ക് ഒക്കെ ലഭിച്ച അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ നേതൃത്വത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു ആത്മായ നേതാവ് എന്നുള്ള നിലയിലും ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ താലന്തുകളും കഴിവുകളും ലഭിച്ച വിജ്ഞാനത്തിന്റെ വലിയ അനുഭവങ്ങളുമൊക്കെ അത് ഫലപ്രദമായി സമൂഹത്തിന് ലഭിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സാറ് നിർവഹിച്ച എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഇന്ന് TV ഫിലിപ്പ് സാറിന്റെ ധന്യമായ ജീവിതത്തെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹം ചെയ്ത സംഭാവനകളൊക്കെ വിലയിരുത്തുന്നതിനും ഒക്കെ ലഭിച്ച ഈ അവസരത്തിന് വീണ്ടും കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. നൽകിയ ഞങ്ങളുടെ റജി ഡാൻ ഫിലിപ്പ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ ചർച്ച മൂലം ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് സ്മരിക്കുന്നതിനും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് ഞങ്ങൾക്ക് വിലയിരുത്തുന്നതിനും ഒക്കെ ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ വൈവിധ്യമാർന്ന നിലയിലൊക്കെ നൽകുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറെ ഭംഗിയായി നിർവഹിക്കാൻ തൊക്കെ സഹായിക്കണമേ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് തുടർന്നും അവിടുത്തെ വലിയ കൃപയും ദർശനവും നൽകി പരിപാലിച്ചു കൊള്ളണമേ. ഈ രാത്രി ഞങ്ങൾക്ക് ശാന്തമായ വിശ്രമം നൽകണമേ. പ്രഭാതത്തിൽ ഞങ്ങളുടെ കർത്താവെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് നമ്മെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.